ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ രാമ 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 ഹരേ ഹരേ രാമ 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 ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ രാമ 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 ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ രാമ ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ രാമ രാമ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ രാമ രാമ ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ രാമ 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 ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ രാമ 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 ഹരേ ഹരേ കൃഷ്ണ ചൊല്ലിക്കോളൂ. 2 മിനിറ്റ് കൂടി ഉണ്ട്. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ
ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ രാമ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. നമുക്ക് തുടങ്ങാം അല്ലെ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നമ്മള് ഇസ്കോൺ മാംഗ്ലൂർ നടത്തുന്ന 18 ആഴ്ചത്തെ ഭഗവത്ഗീത ക്ലാസ്സിലേക്ക് പ്രവേശിക്കുന്ന ഓരോരുത്തർക്കും ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. നമഃ. ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമദേ ഭക്തിവേദാന്ത സ്വാമിൻ ഇതി നാമിനേ. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗൽപദേ ഗോപേശ ഗോപിക കാന്ത രാധാ കാന്ത നമോസ്തുതേ. തപ്ത കാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗര ഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. അപ്പൊ നമ്മൾ ഇന്ന് ഭഗവത്ഗീതയുടെ നടുഭാഗമായി മധ്യഭാഗമായി ഇന്ന് നമുക്ക് കുറച്ച് പുതിയ ആൾക്കാരുണ്ട്. നിങ്ങൾ ഓരോരുത്തർക്കും സ്വാഗതം. നമ്മളുടെ ക്ലാസ് 9ാമത്തെ അധ്യായമാണ്. അപ്പോൾ ആദ്യത്തെ 8 അധ്യായങ്ങള് ഞാനൊന്ന് ചുരുക്കി പറയാം. എന്നാലും ഈ 9ാമത്തെ അധ്യായം തൊട്ടിട്ട് ചേരുന്നവര് 9, 10, 11 അങ്ങനെ 18 അധ്യായം വരെ തുടർച്ചയായിട്ട് ക്ലാസ്സിൽ നിന്ന് വിട്ടു പോകാണ്ട് ഇരിക്കാം. അത് കഴിഞ്ഞിട്ട് വീണ്ടും 1ാം അധ്യായത്തിൽ ചേരാം. 1 തൊട്ട് 8 ആവുമ്പോൾ നിങ്ങളുടെ ഒരു സൈക്കിള് പൂർത്തിയാവും. ഒരു പ്രാവശ്യം ഭഗവത്ഗീത കേട്ട് കഴിയുമല്ലോ, പഠിച്ചു കഴിയും. അപ്പോഴാണ് ക്വിസ് ഒക്കെ ചെയ്തിട്ട് സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യാനായിട്ട് അർഹത ഉണ്ടാവുക. അപ്പൊ ഇന്നിപ്പോ 9 അങ്ങനെ തുടർന്ന് പോയിക്കോളും, അതിന് ഒരു കുഴപ്പമില്ല. അതുപോലെ തന്നെ ക്വിസ് ലിങ്ക് ഇടും. മറ്റേ 1ാം ലെവലിലെ ഓപ്ഷൻസ് ആയിരുന്നു അല്ലെ, ABCD ആയിരുന്നു. ഇത് അതുപോലെയല്ല, ഇത് എഴുതണം. എഴുതാൻ ഒരു വിഷമം ഉണ്ടാവില്ല. ഓരോ ചോദ്യത്തിന്റെയും ഉത്തരമുള്ള ഭാഗം അവര് സൂചനയിൽ പറഞ്ഞു തരും. ഇന്ന വ്യാഖ്യാനത്തിന്റെ പാരഗ്രാഫിലാണ് ഇതുള്ളത് എന്ന് പറഞ്ഞു തരും. അപ്പൊ അത് നോക്കി അതുപോലെ എഴുത വേണ്ടു. ക്വിസിന്റെ ലിങ്ക് ഇതിൽ ഇട്ട് തരാം. അത് മലയാളം അക്ഷരം ടൈപ്പ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഇംഗ്ലീഷിൽ എഴുതിയാലും മതി, ഒരു വിഷമവുമില്ല. അത് കഴിഞ്ഞാലാണ് സർട്ടിഫിക്കറ്റ് കിട്ടാം. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ക്ലാസ് കഴിഞ്ഞിട്ട് പറയാം. അപ്പൊ ആരും 9ാമത്തെ അധ്യായത്തിൽ എങ്ങനെയാ ചേരാന്ന് വിചാരിക്കണ്ട. 9 തൊട്ട് 18 കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും 1 തൊട്ട് 8 വരെ ആവുമ്പോൾ അത് മുഴുവനായിക്കോളും. അപ്പം ഇന്ന് മധ്യഭാഗത്തെ അധ്യായമാണ് 9ാമത്. വളരെ സംരക്ഷിച്ച് സൂക്ഷിച്ച് ഭഗവാൻ വെച്ചിരിക്കുന്നതാണ് വിശേഷപ്പെട്ട ഈ രാജവിദ്യ രാജഗുഹ്യം എന്ന് പറയുന്ന അധ്യായം. ഭഗവത്ഗീതേനെ എന്താ പറഞ്ഞിരിക്കണ? അദ്വൈതാമൃതവർഷിണി എന്നാണ് അല്ലെ. അംബയാണ്. അംബേ ത്വാം അനുസന്ധയാമി സതതം എന്നാണ് പറഞ്ഞത്. അപ്പോ അദ്വൈതാമൃതവർഷിണി ആയിട്ടുള്ള ഈ അമ്മയെ, അതുപോലെ തന്നെ സർവ ഉപനിഷത്തുകളും ഒരു പശുവായിട്ട് നിൽക്കുകയാണെങ്കിൽ അതിന്റെ സത്തായിട്ടുള്ള പാല് നമുക്കെടുത്ത് തരാണ്. തരണത് ആരാണ്? ഗോപാലനന്ദനൻ, ഭഗവാൻ കൃഷ്ണൻ തന്നെയാണ് നമുക്കത് എടുത്തു തരണത്. എന്തിനാണ് നമ്മളത് പഠിക്കുന്നത്?
സംസാരമാകുന്ന മാലിന്യം, സംസാരമലം നമ്മളുടെ മനസ്സിൽ നിന്നും കളഞ്ഞ് മനസ്സിനെ പരിശുദ്ധമാക്കാം. പരിശുദ്ധമായ കണ്ണാടിയിലെ പ്രതിബിംബം തെളിയും. അതുപോലെ തന്നെ ഹൃദയം പരിശുദ്ധമായാൽ മാത്രമേ ഹൃദയത്തിലെ അങ്കുഷ്ടരൂപനായിട്ട് അണുമാത്രനായിട്ട് പരമാത്മാവിരിക്കുന്നു. നമ്മൾ എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. വളരെ 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 ചെറിയ രൂപത്തിലാണ് ഇരിക്കുന്നത്. അത് നമുക്ക് കാണാൻ പറ്റും. എങ്ങനെയാണെങ്കിലും നമ്മുടെ ഹൃദയം ശുദ്ധമാവാൻ വേണ്ടിയിട്ട്. അതിനാണ് നമ്മൾ ഭഗവത്ഗീത പഠിക്കുന്നത്. അങ്ങനെ ഇപ്പൊ പഠിച്ച് മധ്യഭാഗത്ത് എത്തിക്കഴിഞ്ഞു. അപ്പം രാജാവൊക്കെ അങ്ങനെ പോകുമ്പോൾ മുന്നിലും കുറെ ആൾക്കാരുണ്ടാവും, പിന്നിലും കുറെ ആൾക്കാരുണ്ടാവും അല്ലെ. രാജാവ് പ്രധാനപ്പെട്ട ആളായതുകൊണ്ട് ഇങ്ങനെ നടുക്കിൽ വെച്ചിട്ടുണ്ടാവും. വിശേഷപ്പെട്ട സാധനങ്ങളൊക്കെ ആവുമ്പോൾ നമ്മൾ സൂക്ഷിച്ചു വെക്കും. അതുപോലെ തന്നെയാണ് ഈ പ്രധാനപ്പെട്ട ഭക്തിയോഗം തന്നെ ഭഗവത്ഗീത തന്നെ എന്തിന്റെയാണ്? മഹാഭാരതത്തിന്റെ. മധ്യേ മഹാഭാരതം. മഹാഭാരതത്തിന്റെ നടുവിലാണ് വേദവ്യാസ മഹർഷി വെച്ചിട്ടുള്ളത്. അതിന്റെ നടുവിലാണ് ഭഗവത്ഗീത മഹാഭാരതത്തിന്റെ നടുവിലാണ്. മഹാഭാരതം ഒരു മാലയാണെങ്കിൽ അതിന്റെ തിളക്കമേറിയ പതക്കമാണ് ഭഗവത്ഗീത. ആ ഭഗവത്ഗീതയുടെ തന്നെ നടുവിലാണ് എന്തുള്ളത്? ഭക്തിയോഗമാകുന്ന 7 തൊട്ട് 12 വരെയുള്ള അധ്യായങ്ങൾ. 1 തൊട്ട് 6 വരെയുള്ളത് കർമ്മയോഗമാണ്. 7 തൊട്ട് 12 വരെയുള്ളത് ഭക്തിയോഗമാണ്. അപ്പൊ ഭക്തിയോഗം വളരെ ശ്രേഷ്ഠമാണ്. അതിൽ തന്നെ രാജയോഗമാണ്, രാജവിദ്യയാണ്, ഗുഹ്യമാണ് ഈ അധ്യായം. അപ്പൊ നമുക്കൊന്ന് ഓടിച്ചു പറയാം. അധ്യായം 1 അർജുന വിഷാദ യോഗത്തിൽ പറഞ്ഞത് യുദ്ധരംഗാണ്. അവിടെ പിതാമഹനെയും ആചാര്യനെയും കണ്ട അർജുനൻ വല്ലാതെ പകച്ചുപോയി. അപ്പൊ നമുക്ക് മനസ്സിലായി ഇതിൽ അർജുനൻ എന്ന് പറയുന്നത് കുന്തി ദേവിയുടെ മകൻ ആയിട്ടുള്ള അല്ലെങ്കിൽ യുധിഷ്ഠിരന്റെ അനിയനായിട്ടുള്ള ആള് മാത്രമല്ല, നമ്മൾ ഓരോരുത്തരുമാണ് അർജുനൻ അല്ലെ. നമ്മളെ കൊണ്ട് എല്ലാതും പറ്റും, ഞാൻ ഒരിക്കലും തോൽക്കില്ല, എൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ പണമുണ്ട്, അല്ലെങ്കിൽ നല്ല വീടുണ്ട്, എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ട് എന്ന് പറഞ്ഞിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് എന്തെങ്കിലും ഇടിവെട്ട് പോലെ എന്തെങ്കിലും ഒരു പ്രതിസന്ധി വരികയും നമ്മൾ വല്ലാതെ തളർന്നു പോവുകയും അല്ലെ പകച്ചു പോവുകയും ചെയ്യാം. അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ഇവിടെ അർജുനൻ എത്തിയിരിക്കുകയാണ്. യുദ്ധം ചെയ്യാനും വിജയിയാവാനും ഗാന്ധീവം കയ്യിലുണ്ട്, എന്നെ ആര് തോൽപ്പിക്കാനില്ല എന്ന് പറഞ്ഞു വന്നപ്പോഴാണ് പിതാമഹനാണ് എതിര് നിൽക്കുന്നത്. അതുപോലെ തന്നെ ആചാര്യനാണ്. അതുകൊണ്ട് അർജുനൻ പകച്ചുപോയി. അപ്പൊ ഭഗവാനിൽ ഉറച്ച വിശ്വാസമുണ്ടെങ്കിൽ ഇതൊന്നും നമ്മളെ തളർത്തില്ല. അർജുനനായിട്ട് പോലും, വില്ലാളി വീരനായിട്ട് പോലും എന്തുണ്ടായി? ഗാന്ധീവം കയ്യിൽ വീണു, തൊണ്ട വരണ്ടു, ശരീരം വിറച്ചു അല്ലെ. തേർത്തട്ടിൽ തളർന്നിരുന്നു. പിന്നെയാണോ നമ്മൾ തളരാതിരിക്കുക? അപ്പോ തളരാതിരിക്കണമെങ്കിൽ എന്ത് വേണം? ഭഗവാനെ മുറുക്കി പിടിക്കണം. അതാണ് 1-ാമത്തെ അധ്യായത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. 2-ാമത്തെ അധ്യായത്തിൽ പറയുന്നത് സാഖ്യയോഗം. വളരെ വിശദമായിട്ട് എല്ലാതും കീറി പരിശോധിക്കുന്ന അധ്യായമാണ് 2-ാമത്തെ അധ്യായം. അതിലോരോ ഭഗവാനെ അർജുനൻ അഭയം പ്രാപിച്ചു. ശിഷ്യസ്തേഹം ശാധിമാം ത്വാം പ്രപന്നം എന്ന് പറഞ്ഞിട്ട്, ഞാൻ അങ്ങയുടെ ശിഷ്യനാണ്, എന്നെ കൈവിടരുതേ, എനിക്ക് വേണ്ടതൊക്കെ പറഞ്ഞു തരണേ എന്ന് പറഞ്ഞപ്പോ ഭഗവാൻ ആദ്യം അർജുനന്റെ പുറത്ത് 2 തട്ട് കൊടുത്തു അല്ലെ. ക്ലൈദ്യം, ഇങ്ങനത്തെ ഈ മോശമായിട്ടുള്ള ആണും പെണ്ണും പോലത്തെ ഉള്ള സ്ഥിതി ഒന്നും നിനക്ക് ചേർന്നതല്ല അർജുന, നീ ധീരനാവൂ, നീ ഒട്ടും ദുഃഖിക്കണ്ട, ഞാൻ നിനക്ക് വേണ്ടതൊക്കെ പറഞ്ഞു തരാം, ഉത്തിഷ്ഠ എന്ന് പറഞ്ഞിട്ട് എഴുന്നേൽക്കാൻ പറഞ്ഞു അല്ലെ. പിന്നെ ആരെ കുറിച്ചാണോ ദുഃഖിക്കേണ്ടാത്തത് അവരെ കുറിച്ച് നീ ദുഃഖിക്കാന്. ആത്മാവ് എന്താണ് എന്നൊക്കെ ഭഗവാൻ ഇഴകീറി വിശദമായിട്ട് പറഞ്ഞു. ഒന്നിനോടും സംഘം തോന്നരുത്. സംഘമാണ് കാമം ഉണ്ടാക്കുന്നത്, കാമാണ് ക്രോധം ഉണ്ടാക്കുന്നത്. ക്രോധം മോഹത്തിലേക്കും സ്മൃതി വിഭ്രമം, സ്മൃതി അല്ലെങ്കിൽ നമ്മുടെ ബോധം നശിച്ചു പോയാൽ പിന്നെ എന്താണ്? ബുദ്ധിനാശം തന്നെയാണ്. അതുകൊണ്ട് ഒന്നിനോടും അധികം സംഘം പാടില്ല എന്ന് ഭഗവാൻ പറഞ്ഞു. പിന്നെ 3-ാമത്തെ അധ്യായത്തിൽ കർമ്മയോഗത്തിൽ എന്ത് പറഞ്ഞു? കർമ്മം ചെയ്യണതാണ് കർമ്മം ചെയ്യാണ്ടിരിക്കണതിനേക്കാളും ശ്രേഷ്ഠത എന്ന് പറഞ്ഞു. എങ്ങനെ കർമ്മം ചെയ്യണം? ഫലം ഉദ്ദേശിച്ചിട്ടല്ല ചെയ്യേണ്ടത്, ഭഗവാനിൽ അർപ്പിച്ചിട്ടാണ് ചെയ്യേണ്ടത്. പിന്നെ പ്രധാനമായിട്ട് പറഞ്ഞത് സകല ദുഃഖത്തിന്റെയും കാരണം അജ്ഞാനമാണ്, അറിവില്ലായ്മയാണ്. ഈ അജ്ഞാനം മാറി ജ്ഞാനം ആവണമെങ്കിൽ എന്ത് ചെയ്യണം?
ജ്ഞാനത്തിനെ മൂടിയിരിക്കുന്ന കാമത്തിനെ നശിപ്പിക്കണം എന്ന് പറഞ്ഞു. അതിന് ഉദാഹരണമൊക്കെ പറഞ്ഞു. അഗ്നിയെ പുക മൂടിയ പോലെ, അതുപോലെ കണ്ണാടിനെ മാലിന്യം മൂടിയ പോലെ, കുഞ്ഞിനെ ഗർഭപാത്രം മൂടിയ പോലെ ഒക്കെയാണ്. അപ്പൊ അർജുനൻ ചോദിച്ചു, എനിക്ക് കുറ്റം ചെയ്യണമെന്നില്ല അല്ലെ, എന്നാലും ആരോ എന്നെ ബലമായിട്ട് പിടിച്ചുകൊണ്ട് മനുഷ്യന്മാരെ പൊതുവെ ബലമായിട്ട് കുറ്റം ചെയ്യിക്കുന്നത് ആരാണ് കേശവ എന്ന് ചോദിച്ചു. അപ്പൊ എന്താ പറഞ്ഞത്? കാമ ഏഷ ക്രോധേഷ, നമ്മളുടെ തന്നെ മനസ്സിലുള്ള കാമം അല്ലെങ്കിൽ ഡിസയർ, ആഗ്രഹങ്ങൾ, ആശകളാണ്. അത് കിട്ടാതെ വരുമ്പോ ഉണ്ടാവുന്ന ക്രോധമാണ്. ഇത് രണ്ടുമാണ് നമ്മളെ കൊണ്ട് പാപം ചെയ്യിക്കുന്ന നമ്മളുടെ ഏറ്റവും വലിയ ശത്രുക്കൾ. അതിനെ നീ ജയിക്കുക തന്നെ വേണം, അതേ വഴിയുള്ളൂ എന്ന് പറഞ്ഞു. പിന്നത്തെ അധ്യായത്തിൽ പറഞ്ഞു ഭഗവാന്റെ ജന്മം, കർമ്മം, അതിന്റെയൊക്കെ തത്വങ്ങൾ അറിഞ്ഞാൽ പിന്നെ പുനർജന്മമില്ല എന്ന് അതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം. പിന്നെ പറഞ്ഞത് ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം, എങ്ങനെ ഉണ്ടാക്കി 4 ജാതികൾ, ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ എന്ന് പറഞ്ഞത് ഒരു കുലത്തിൽ ജനിച്ചവരെ എന്നുള്ള നിലയ്ക്കല്ല, ഗുണകർമ്മ വിഭാഗം, ഓരോരുത്തരുടെയും ഗുണങ്ങൾ അനുസരിച്ചാണ്. അപ്പം ചണ്ടാലന് പിറന്ന കുട്ടി ചിലപ്പോൾ ബ്രാഹ്മണനായി എന്ന് വന്നേക്കാം, ബ്രാഹ്മണന് പിറന്ന കുട്ടി ചിലപ്പോൾ ശൂദ്രനായി എന്ന് വന്നേക്കാം. അത് ഓരോരുത്തരിലും ഉള്ള ഗുണങ്ങൾക്കനുസരിച്ചാണ് എന്ന് പറഞ്ഞു. ഗുരുക്കന്മാരെ നമസ്കരിച്ചിട്ടും ചോദ്യങ്ങൾ ചോദിച്ചിട്ടും സേവ ചെയ്തും വേണം പ്രസാദിപ്പിച്ചിട്ട് ജ്ഞാനം നേടണം എന്ന് പറഞ്ഞു. ഗുരു എന്ന് പറഞ്ഞാൽ ചിലപ്പോ ഈ കാലത്തൊന്നും ഗുരുക്കന്മാരെ കിട്ടിയില്ലെങ്കിലും പ്രകൃതി തന്നെ ഗുരു, നമ്മളുടെ മനസാക്ഷി തന്നെ ഗുരുവായിരിക്കും. അതിനെന്ത് വേണം? ശ്രദ്ധ വേണം. ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം എന്ന് പറഞ്ഞു. എന്തിനാ ജ്ഞാനം ലഭിക്കണേ? ജ്ഞാനം ലബ്ധ്വ പരാം ശാന്തി എന്നാണ്. ഏറ്റവും ശാന്തി കിട്ടണമെങ്കിൽ, ശാന്തിയാണല്ലോ എല്ലാവർക്കും വേണ്ടത്, ആ ശാന്തി കിട്ടണമെങ്കിൽ ജ്ഞാനം വേണം. അതുകൊണ്ട് ജ്ഞാനം നേടാനായിട്ട് ശ്രമിക്കണം എന്ന് പറഞ്ഞു. പിന്നെ പ്രധാനമായിട്ട് പറഞ്ഞത് എങ്ങനെയാണ് നിഷ്കാമമായ കർമ്മം ചെയ്യേണ്ടത് പറഞ്ഞു കൊടുത്തു. ഭഗവാനിൽ അർപ്പിച്ചിട്ടാണ് കർമ്മങ്ങൾ ചെയ്യാതിരിക്കാൻ പാടില്ല. ഭഗവാനും ചെയ്യുന്നുണ്ട് കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കണം എന്ന് പറഞ്ഞു. പിന്നെ അജ്ഞാനം അകലണമെങ്കിൽ ആത്മജ്ഞാനം, ഇരുട്ട് മാറിയിട്ട് പ്രകാശം വരുമ്പോൾ ആണ് ശരിയായ കാഴ്ച കിട്ടുന്നത്. അതുപോലെ അജ്ഞാനം മാറിയിട്ട് നമ്മളുടെ മനസ്സിൽ ജ്ഞാനം വരുമ്പോൾ യഥാർത്ഥമായിട്ടുള്ള ജ്ഞാനം എന്താണ്? കസ്തൂരി അന്വേഷിച്ച് ഓടി അലയേണ്ടതില്ല, അവിടെ എവിടെയും തട്ടി മുഖത്തുനിന്ന് രക്തം വരുത്തേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ അവസാനം പോയി ചാടി മരിക്കേണ്ട കാര്യമില്ല. യഥാർത്ഥ ജ്ഞാനം നമ്മളുടെ ഉള്ളിൽ തന്നെയാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനു വേണ്ട ഒരു കാര്യം പറഞ്ഞത് ബ്രാഹ്മണനിലും പിന്നെ ആരിലാണ്, ആനയെ കണ്ടാലും ബ്രാഹ്മണനെ കണ്ടാലും നായെ കണ്ടാലും ചണ്ടാലനെ കണ്ടാലും പശുവിനെ കണ്ടാലും ഒക്കെ ഒരേപോലെ അവരിൽ എല്ലാവരിലും ഇരിക്കുന്ന പരമാത്മാവായിട്ടുള്ള ഭഗവാൻ ഒന്ന് തന്നെയാണ് എന്ന് മനസ്സിലാക്കും. പിന്നെ പരമമായ ശാന്തി കിട്ടാൻ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു. ഭോക്താരം യജ്ഞതപസ സർവലോക മഹേശ്വരം സുഹൃദം സർവഭൂതാനാം ജ്ഞാത്വാ മാം ശാന്തിം പൃച്ഛതി എന്ന് പറഞ്ഞില്ലേ. അപ്പൊ ഭഗവാനാണ് ഏറ്റവും ഉത്തമനായിട്ടുള്ള ഫ്രണ്ട്, സുഹൃത്ത് എന്ന് പറഞ്ഞു. അത് മനസ്സിലാക്കിയാൽ ഏറ്റവും വലിയ എല്ലാ ഈശ്വരന്മാരിലും വെച്ച് വലിയ ഈശ്വരൻ അദ്ദേഹമാണ്. സകല യജ്ഞവും തപസ്സും സ്വീകരിക്കുന്നത് ഭഗവാനാണ്. നമ്മൾക്ക് എന്നും എപ്പോഴും വിശ്വസിക്കാവുന്ന ഉത്തമ സുഹൃത്തായിട്ട് ഭഗവാനെ നമ്മൾ അങ്ങോട്ട് പോയിട്ട് ആശ്രയിക്കണം. അപ്പൊ നമുക്ക് എന്തുണ്ടാവും? ശാന്തി കിട്ടും. ഇന്നത്തെ അധ്യായത്തില് ധ്യാനത്തിനെ കുറിച്ച് വിശദമായിട്ട് പറഞ്ഞു. എങ്ങനെ ഇരിക്കണം, എങ്ങനെ ഭക്ഷണം കഴിക്കണം, എല്ലാ കാര്യവും പറഞ്ഞു. എന്നിട്ട് അവസാനം എന്താ പറഞ്ഞത്? ഈ ധ്യാനയോഗത്തിനേക്കാളും വലുതാണ് ഭക്തിയോഗം എന്ന് പറഞ്ഞു. എങ്ങനെയാണ് ശാന്തി കിട്ടുക എന്ന് പറഞ്ഞു. ശനൈ വളരെ മെല്ലെ 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 മനസ്സടങ്ങുള്ളൂ. ആ മനസ്സടങ്ങിയാലേ ശാന്തി കിട്ടുള്ളൂ എന്ന് പറഞ്ഞു അല്ലെ. അപ്പോഴും അർജുനൻ പറഞ്ഞു ചഞ്ചലം ഹി മനകൃഷ്ണ എന്ന് പറഞ്ഞു. എന്റെ മനസ്സ് എനിക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, വായുവിനെ പിടിച്ചു കെട്ടാവും, അതിലും ഭേദം എന്ന് പറഞ്ഞു. അപ്പൊ ഭഗവാൻ പറഞ്ഞു, ശരി തന്നെയാണ് നീ പറഞ്ഞത്, ഒരു സംശയവും ഇല്ല. പക്ഷെ അഭ്യാസവും വൈരാഗ്യവും കൊണ്ട് അത് നിനക്ക് തീർച്ചയായിട്ടും തിരിച്ചു പിടിക്കാൻ പറ്റും. ഇനിയിപ്പൊ അഥവാ ഇതിന്റെ ഇടയ്ക്ക് നമുക്ക് വിട്ടുപോയി എന്ന് വിചാരിക്കാം, എന്നാലും എന്തെങ്കിലും
കാര്യം കൊണ്ട് നമ്മൾ ഈ യോഗം അഭ്യാസമൊക്കെ നമ്മൾ നിർത്തേണ്ടി വന്നു. നമുക്ക് സുഖമില്ലാണ്ടായി, ഇരുന്ന് ഭഗവത്ഗീത വായിക്കാൻ പോലുള്ള ആരോഗ്യം ഇല്ലാണ്ടായി. എന്നാലും നീ പേടിക്കണ്ട, ഇതൊക്കെ അടുത്ത ജന്മത്തേക്ക് വരവ് വെക്കുന്നത് തന്നെയാണ്, അത് ക്രെഡിറ്റ് ആയിട്ട് തന്നെ നിൽക്കും എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞത് അറിവിനെ അനുഭവാക്കണം എന്ന് പറഞ്ഞു, ജ്ഞാനത്തിനെ വിജ്ഞാനമാക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഭഗവാനിൽ നിന്നും അന്യമായിട്ട് ഒന്നുമില്ല, ഭഗവാൻ തന്നെയാണ് എല്ലാത്തിൻ്റെയും ഉള്ളില്. എങ്ങനെ സൂത്രേ മണിഗണ ഇവ, നല്ലൊരു മുത്തുമാലകളെ തമ്മിൽ കോർത്തിട്ടുള്ള ഒരു ചരട് പോലെ. ആ ചരട് പോയാല് മുത്തുകളൊക്കെ ചിന്നിച്ചിതറി പോവും അല്ലെ. സൂര്യന്റെ പ്രകാശം സർവ ജന്തുക്കളെയും വെളിച്ചാകുമ്പോഴേക്കും ഇങ്ങനെ ഉന്മേഷം കൊടുക്കുന്നത് പോലെ നമ്മളുടെ ഉള്ളിൽ ആ ഭഗവാൻ ഉള്ളത് കൊണ്ടാണ് നമ്മൾ എണീറ്റ് നടക്കുന്നതും എല്ലാം ചെയ്യുന്നത്. പിന്നെ 4 തരം ഭക്തിന്റെ ഏത് മാർഗവും നമുക്ക് സ്വീകരിക്കാം. പക്ഷെ ജ്ഞാനത്തിനുള്ള, ജ്ഞാനിയായിട്ടുള്ള ജീവിതമാണ് ഏറ്റവും നല്ലത് എന്ന് പറയും. പിന്നെ അവസാനത്തെ കഴിഞ്ഞ അധ്യായം 8ാമത്തെ അധ്യായത്തിൽ പറയുന്നത് മരണസമയത്തെ ഭയത്തെ ചിന്തിച്ച് മതിമറന്നു പോണ്ട ആരും. എന്തിനാ ഭയക്കുന്നത്? മരണസമയത്ത് എന്തിനെ ഓർക്കുന്നുവോ അതാവും. അതുകൊണ്ട് അന്ധകാലേച്ച മാമേവ സ്മരൻ മുക്ത്വാ കളേബരം യപ്രയാതി സമദ്ഭാവം യാതി നാസ്ത്യത്ര സംശയ എന്ന് പറഞ്ഞു. എന്നെ ആലോചിച്ചുകൊണ്ട് ശരീരം വിടുക, അപ്പോ എന്റെ ഭാവം തന്നെയായിട്ട് മാറും. എങ്ങനെ ആയാലേ മരണസമയത്ത് ആലോചിക്കാൻ പറ്റില്ല, അതൊക്കെ ഇനി കുറെ കാലുണ്ട് അപ്പ ആലോചിക്കാന്ന് വിചാരിച്ചാൽ പറ്റുമോ? പറ്റില്ല. തസ്മാത് സർവേഷു കാലേഷു മനുസ്മര, അപ്പോഴേ മരണസമയത്തും ജീവിച്ചിരിക്കുന്ന കാലത്ത് മുഴുവനും ഭഗവാനെ അനുസ്മരിച്ചാൽ മാത്രമേ മരണസമയത്ത് ഭഗവാന്റെ ഓർമ്മ മനസ്സിൽ, ഭഗവാന്റെ രൂപം മനസ്സിലേക്ക് വരുള്ളൂ. അതാണ് നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞത് അല്ലെ. അപ്പൊ എങ്ങനെ വേണം ജീവിച്ചിരിക്കുന്ന സമയത്തൊക്കെ ഭഗവാനെ ഓർക്കാനായിട്ട്? അനന്യചേതസ, മറ്റൊന്നും ഓർക്കാതെ വളരെ ഏകാഗ്രതയോട് കൂടിയിട്ട് ഭഗവാനെ മാത്രം നമ്മൾ ആലോചിക്കണം. നിത്യശ, എന്നും ഓർക്കണം. ഒരു ദിവസം ഏകാദശിയുടെ അന്ന് മാത്രമാവാം, അല്ലെങ്കിൽ അങ്ങനെ വിചാരിക്കാൻ പാടില്ല. നിത്യശ, എന്നും വേണം. പിന്നെ എന്നും ഏത് സമയത്ത് വേണം? സന്ധ്യക്ക് മാത്രമല്ല പറഞ്ഞിരിക്കുന്നത്, സതത എപ്പോഴും വേണം. അങ്ങനെയുള്ളവർക്കാണ് ഭഗവാൻ സുലഭനാണ്. മരിക്കുന്ന സമയത്ത് ആരും വിളിക്കാതെ ഭഗവാൻ മൂടി വന്നോളൂ. ഇവിടെയാണ് നിരാജ വിദ്യാരാജ ഗുഹ്യയോഗം എന്ന് പറയുന്ന മധ്യഭാഗത്തുള്ള അധ്യായം വരാൻ പോണത്. സുരക്ഷിതമായിട്ട് വെച്ചിരിക്കുകയാണ്, രാജാവിന്റെ പോലെ. നമ്മൾ ആറാട്ടുപുഴ പൂരത്തിന് തൃപ്രയാറ് ചക്രവർത്തി, ശ്രീരാമ ചക്രവർത്തിയുടെ ഒരു വരവുണ്ട്. കണ്ടിട്ടുള്ളവര് നമുക്കിങ്ങനെ രോമാഞ്ചം വരും. അത്രയും വിശ്വസിക്കപ്പെട്ട ഒരു വരവ് അല്ലേ? കണ്ടിട്ടില്ലേ ആ തേവര്? അതന്നെ ചക്രവർത്തി തന്നെ തേവര്. ശ്രീരാമൻ വരുന്നത് മുന്നിൽ കുറെ ആൾക്കാരുണ്ടാവും അല്ലെ, വാളും പരിചയൊക്കെ പിടിച്ച് സേവകന്മാരായിട്ട് ഇങ്ങനെ മുന്നിൽ നടക്കുന്നുണ്ടാവും, താലങ്ങളൊക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ടാണ് ഈ ആനപ്പുറത്ത് ഈ രാജാവിനിരിക്കണ പോലെയുള്ള അതൊക്കെ കെട്ടിയിട്ടാണ് ഇരിക്കുക. എല്ലാ ആനയുടെ ആഭരണങ്ങൾ പോലും സ്വർണ്ണാണ്. അതിന്റെ പിന്നിലും കുറെ ആൾക്കാരുണ്ടാവും. അപ്പൊ ആ രാജാവിന്റെ ആ സ്ഥാനാണ് പറയുന്നത്. അത്രയും കേമമായിട്ട് നടുവില് വിശുദ്ധനായിട്ട് വെച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെയാണ് ഈ അധ്യായത്തിനെ ഭഗവാൻ നടുഭാഗത്ത് വെച്ച് തന്നിട്ടുള്ളത് നമുക്ക്. ഇനി അർജുനന്റെ സംശയങ്ങളൊക്കെ ഇപ്പൊ കുറഞ്ഞു കേട്ടോ. മറ്റേത് ഓരോ അധ്യായം തുടങ്ങുമ്പോഴും അർജുനന്റെ സംശയങ്ങളോട് കൂടിയിട്ടല്ലേ തുടങ്ങാം. ഈ അധ്യായത്തില് അർജുനന്റെ ചോദ്യങ്ങളൊന്നും ഇല്ല. ഇനിയുള്ള ഒരൊറ്റ അധ്യായത്തിലും അർജുനൻ വല്ലാതെ ചോദ്യങ്ങൾ ചോദിക്കുന്നില്ല. അപ്പൊ നമ്മൾ 8ാമത്തെ അധ്യായത്തിൽ പറഞ്ഞത് അർജുനന്റെ ചോദ്യത്തിന് ഭഗവാൻ ഉത്തരങ്ങൾ കൊടുത്തു. മരണവേളയിൽ എങ്ങനെയാണ് ഭഗവാനെ സ്മരിക്കുന്നത് എന്ന് പറഞ്ഞു. ധ്യാനമാർഗത്തില് ഷഡ്ചക്രാധ്യാനം പറഞ്ഞില്ല, എങ്ങനെയാണ് സ്മരിക്കുന്നത് എന്ന് പറഞ്ഞു. ശുദ്ധ ഭക്തിയുത സേവനം എങ്ങനെയാണെന്ന് പറഞ്ഞു. ഇനി അധ്യായം 9 പറയണത് ഭക്തിയുടെ മേൽക്കോയ്മയാണ്. 7ാമത്തെ അധ്യായവും 9ാമത്തെ അധ്യായവും ഏകദേശം സമം തന്നെയാണ്. 7ാമത്തെ അധ്യായത്തിലും ജ്ഞാനവിജ്ഞാന യോഗം എന്നാണ്. അറിവിനെ അനുഭവമാക്കിയിട്ട് എങ്ങനെ പറഞ്ഞു തരണം ഭഗവാൻ. 9ാമത്തെ അധ്യായമാണ്
ഒരു ആൾക്ക് കൃഷ്ണനെ കുറിച്ച് അറിയാൻ അല്ലെങ്കിൽ കൃഷ്ണ കഥകൾ കേൾക്കാനുള്ള യോഗ്യത എന്താണ്, കൃഷ്ണകഥ കേൾക്കാനുള്ള അയോഗ്യതകൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ഐശ്വര്യജ്ഞാനം ഭൗതിക ലോകവുമായുള്ള കൃഷ്ണന്റെ അചിന്ത്യമായ ഭേദം എന്ത്, ഭേദ അഭേദ ബന്ധം എന്താണ്, ആരാധിക്കുന്നവരാരാണ്, ആരാധിക്കാത്തവരാരാണ്, ആരാധിക്കേണ്ട പരമോന്നത വസ്തുവാണ് കൃഷ്ണൻ, കൃഷ്ണനെ നേരിട്ട് ആരാധിക്കുന്നതിന്റെ മഹത്വം, അതൊക്കെയാണ് ഈ 9ാമത്തെ അധ്യായത്തില് ഭഗവാൻ പറയുന്നത്. അപ്പോ 1 മുതൽ 3 വരെയുള്ള ശ്ലോകങ്ങളിലെ കൃഷ്ണ കഥാശ്രവണം യോഗ്യത എന്തൊക്കെയാണ്, അയോഗ്യത എന്തൊക്കെയാണ് എന്നാണ് ഭഗവാൻ പറയുന്നത്. ഇനി അർജുനന് വലിയ സംശയങ്ങളൊന്നുമില്ല, അർജുനന്റെ ബുദ്ധിയൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. ഇതുവരെ കൃഷ്ണൻ പറഞ്ഞു കൊടുത്തതൊക്കെ മനസ്സിലേക്ക് കയറിയിട്ടുണ്ട് എന്ന് മനസ്സിലായപ്പോ ഭഗവാന് സന്തോഷമായി. ഇനി ആ പരിശുദ്ധമായ ബുദ്ധിയില് ഉറപ്പിക്കാൻ എളുപ്പമാണ്. അതുകൊണ്ട് ഭഗവാൻ ശ്രേഷ്ഠമായ അറിവ്, കേട്ടിട്ടുള്ള അറിവ് തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞ് ഉറപ്പിക്കുകയാണ്. നമ്മളുടെ മനസ്സിലും ഇത് നിൽക്കണമെങ്കിൽ നമ്മൾ വീണ്ടും വീണ്ടും ഇത് ആലോചിച്ച് മനനം ചെയ്യണം. അതിനെക്കുറിച്ച് വീണ്ടും വീണ്ടും നമ്മൾ ചിന്തിക്കണം. ഭഗവത്ഗീത വീണ്ടും വീണ്ടും വായിക്കണം. അപ്പോ അതിൽ ആദ്യത്തെ യോഗ്യത എന്താണ് എന്നാണ്. ശ്രീ ഭഗവാനുവാച ഇദം തു തേ ഗുഹ്യതമം പ്രവക്ഷ്യാമ്യനസൂയവേ ജ്ഞാനം വിജ്ഞാനസഹിതം യജ്ഞാത്വാ മോക്ഷ്യസേ അശുഭാത്. ഏതൊന്നറിഞ്ഞാലാണോ അശുഭങ്ങൾ മാറുന്നത്, ആ വസ്തുവിനെ എങ്ങനെ അനുഭവിച്ചറിയാമെന്ന് അർജുന, ആർജവമുള്ളവനെ, ശുദ്ധനായവനെ, നിന്നെ നിനക്ക് ഞാൻ പറഞ്ഞു തരാം. പ്രിയപ്പെട്ട അർജുന, നീ ഒരിക്കലും എന്നിൽ അസൂയാലുവായിട്ടില്ല. അതിനാൽ അതീവ രഹസ്യമായ ഈ ജ്ഞാനവും വിജ്ഞാനവും നിന്നെ ഞാൻ പഠിപ്പിക്കാം. എന്തിനാണ്? ഇതറിഞ്ഞാൽ പിന്നെ ഭൗതിക ജീവിത ക്ലേശങ്ങളിൽ നിന്നും ഒക്കെ നീ മുക്തനാവും. അപ്പൊ ഇത് 7ാമത്തെ അധ്യായം പോലെ തന്നെയാണ് പറഞ്ഞു വരുന്നത്. നിനക്ക് ഞാനിതാ, നീ ഉത്തമനാണ്, അസൂയയില്ലാത്തവനാണ്, അതുകൊണ്ട് ഞാനിതാ സന്തോഷത്തോടു കൂടി പറഞ്ഞു തരിക. ഗുഹ്യതമം എന്ന് പറഞ്ഞാല് പ്രിയതമം എന്ന് പറയില്ലേ, പ്രിയം, പ്രിയതരം, പ്രിയതമം. അപ്പൊ കൂടുതൽ ഇഷ്ടമുള്ളതിനെ പ്രിയതരം എന്ന് പറയും, ഏറ്റവും ഇഷ്ടമുള്ളതിന് പ്രിയതമം എന്ന് പറയും, ഉത്തമം എന്ന് പറയുന്നത് അങ്ങനെയാണ്. അതുപോലെയാണ് ഇത് ഗുഹ്യതമം, ഏറ്റവും രഹസ്യം എന്ന് മാത്രല്ല ഗഹനം എന്നും അർത്ഥമുണ്ട്. ഏറ്റവും സംരക്ഷിക്കപ്പെടേണ്ടതാണ്, വലിയ രഹസ്യമാണ്, വളരെ ആഴമുള്ളതാണ്, ഗൗരവമേറിയതാണ്. അതിന് അറിയാനുള്ള യോഗ്യതയാണ് അസൂയ ഇല്ലാതിരിക്കുക എന്നുള്ളതാണ്. അതീവ രഹസ്യമായ ജ്ഞാനം അർജുനന് ഭഗവാൻ നൽകാൻ പോവാണ്. കൃഷ്ണാവബോധം നൽകുന്നു. ആത്മാവിനെയും ശരീരത്തെയും കുറിച്ചുള്ള ജ്ഞാനമാണ് കൊടുക്കാൻ പോകുന്നത്. ഇത് സ്വീകരിക്കാനുള്ള യോഗ്യത എന്താണ്? അനസൂയവേ, അസൂയാരഹിതനാവുക. സ്വീകരിക്കാനുള്ള മാർഗം എന്താണ്? ശരിയായ ശ്രവണം. ഒരു കേട്ടത് വിട്ടിട്ട് പോവാതെ മനനം ചെയ്തുകൊണ്ടേയിരിക്കുക, അല്ലെ? അപ്പോ ഇനി നമുക്ക് വേണമെങ്കിൽ ഒന്ന് ആത്മപരിശോധന ചെയ്തു നോക്കാം. നമുക്ക് അസൂയ ഉണ്ടോ? നമ്മളിത് കേൾക്കാൻ, ഇത് സ്വീകരിക്കാനുള്ള യോഗ്യതയുണ്ടോ? നമ്മൾ മനസ്സിൽ ഫ്രീ ആയിട്ട് മുൻപേ എന്തെങ്കിലും ധാരണയോട് കൂടിയിട്ടാണോ നമ്മൾ വന്നിരിക്കുന്നത്? പണ്ട് 2 ഉറുമ്പുകളുടെ കഥ പറയും. 2 ഉറുമ്പുകൾ കൂടിയിട്ട് കാഴ്ച കാണാൻ ഇറങ്ങി. ആദ്യം അവര് 2 ഉപ്പുകുന്ന് കാണാൻ പോയി. ഉപ്പിന്റെ ഒരു വലിയ കല്ല് തന്നെ, അവർക്ക് ഉപ്പ് കുന്നല്ലേ. അവര് അതിലൊക്കെ പോയി രുചിയൊക്കെ നോക്കിയിട്ട് പറഞ്ഞു, അയ്യോ ഇത് വേണ്ട, ഇനി നമുക്ക് വേറെ സ്ഥലത്തേക്ക് പോവാന്ന് പറഞ്ഞു. അങ്ങനെ അവര് പോയിട്ട് പഞ്ചസാര കുന്ന് പോയി. ഒരു സ്പൂണ് പഞ്ചസാര ഇരിക്കുന്നുണ്ടായിരുന്നു. അതാണ് അവരുടെ പഞ്ചസാര കുന്ന്. അതിൽ കയറിയപ്പോ ആദ്യത്തെ ഉറുമ്പ് പറഞ്ഞു, അയ്യോ എന്തൊരു സ്വാദല്ലേ, ഇത് നല്ല നല്ല മധുരം, ഇതാണ് പഞ്ചസാര, ഇനി നമുക്ക് ഇങ്ങോട്ട് വരാം എപ്പോഴും എന്നൊക്കെ പറഞ്ഞു. അപ്പൊ മറ്റേ ഉറുമ്പ് പറഞ്ഞു, എവിടെ, ഇതിനൊരു സ്വാദും ഇല്ല, ഇതിനാദ്യം പോയാ അതിന്റെ അതേ തന്നെയാണ്, ഇതിന് ഉപ്പിന്റെ ചോയ തന്നെയാണ്. എത്ര പറഞ്ഞിട്ടും അത് വിശ്വസിക്കുന്നില്ല. അവസാനം 2ാമത്തെ ഉറുമ്പ് ആദ്യത്തെ ഉറുമ്പിനോട് പറഞ്ഞു, നീ വായ തുറക്ക് നോക്കട്ടെ എന്ന് പറഞ്ഞപ്പോ എന്താ, ആദ്യത്തെ ഉപ്പ് കുന്നുള്ള ഉപ്പുകല്ല് കടിച്ചു പിടിച്ച് വായിൽ വെച്ചേക്കാണ്. പിന്നെ എങ്ങനെയാ ഇതിന്റെ മധുരം അറിയാ? അപ്പൊ അത് തുപ്പിക്കളഞ്ഞാലേ ശരിയാവുള്ളൂ. അപ്പൊ നമ്മൾ എന്തൊക്കെയോ മനസ്സിൽ വിചാരിച്ച് വന്നിട്ടുണ്ടെങ്കിൽ
നമ്മളുടെ ശ്രവണം ശരിയാവില്ല. ഈ വിദ്യ പഠിക്കാൻ സംഗീതം പഠിക്കാൻ പോകുമ്പോഴും അവര് പറയും ഇതുവരെയുള്ള മിഥ്യാ അറിവുകളൊക്കെ കളഞ്ഞിട്ട് ആദ്യം മുതൽ പഠിക്കണം, അപ്പോഴേ ശരിയാവുള്ളൂ. അതുപോലെ തന്നെ ഭഗവാൻ പറയുന്നതാണ് ശ്രദ്ധയോടെ കേൾക്കണം, അസൂയ ഇല്ലാതെ കേൾക്കണം, ശരിയായി ശ്രവിക്കണം. അങ്ങനെയാണെങ്കിൽ എന്താണ് നേട്ടം? ഭൗതിക ജീവിതത്തിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും ഒക്കെയുള്ള മോചനമാണ് കിട്ടാൻ പോകുന്നത്. എത്ര തരം ഭക്തി ഉണ്ടെന്ന് നമ്മൾ പലവട്ടം പറഞ്ഞതാണ്. ശ്രവണം, കീർത്തനം, സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം. ഓരോന്നിന്റെയും ഉദാഹരണവും പറഞ്ഞു അല്ലേ? ശ്രവണത്തിന്റെ ഉദാഹരണം ആരാണ്? പരീക്ഷിത്ത് തന്നെ. പരീക്ഷിത്ത്. കീർത്തനത്തിന്റെ പ്രഹ്ലാദ മഹാരാജാവ്. സ്മരണത്തിന്റെ ആരാണ്? സ്മരണത്തിന്റെ ഉദാഹരണം പ്രഹ്ലാദനും സ്മരണത്തിന്റെ ഉദാഹരണം തന്നെയാണ്. കീർത്തനത്തിന്റെ ഉദാഹരണവും ശുകദേവ ഗോസ്വാമിയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. പാദസേവനത്തിന്റെ ഉദാഹരണം ലക്ഷ്മി ഭഗവതിയാണ്. അർച്ചനത്തിന്റെ പൃഥു മഹാരാജാവാണ്. വന്ദനത്തിന്റെ അക്രൂരനാണ്. ദാസ്യത്തിന്റെ ഹനുമാനാണ്. സഖ്യത്തിന്റെ അർജുനനാണ്. ആത്മനിവേദനത്തിന്റെ ബലി മഹാരാജാവാണ്. അങ്ങനെ ശ്രവണത്തിന്റെ മാഹാത്മ്യത്തിനെ കുറിച്ച് പറഞ്ഞു. അസൂയ ഒട്ടും തീണ്ടാത്ത മനസ്സോടെ ശ്രദ്ധാവാനായിട്ട് ഭഗവാൻ പറയണത് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും. രണ്ടാമത്തെ ശ്ലോകം. രാജവിദ്യ രാജഗുഹ്യം പവിത്രം ഇദമുത്തമം പ്രത്യക്ഷ അവഗമം ധർമ്മ്യം സുസുഖം കർത്തുമവ്യയം. കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ് ഈ രാജവിദ്യയുടെ? ഭഗവാൻ പറഞ്ഞു തരുന്ന ഈ കാര്യങ്ങളുടെ കുറെ ഗുണഗണങ്ങളാണ് പറയുന്നത്. ഇത് രാജവിദ്യയാണ്, അതായത് ഏറ്റവും വലിയ വിദ്യയാണ്. രാജവെമ്പാല എന്നൊക്കെ പറയുന്നത് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള വിദ്യയാണിത്. പിന്നെ രാജഗുഹ്യമാണ്, അതുപോലെ തന്നെ ഏറ്റവും ഗഹനമാണ്, അല്ലെങ്കിൽ ഏറ്റവും രഹസ്യമാണ്. പിന്നെ പവിത്രമാണ്, വളരെ പരിശുദ്ധമാണ്. പിന്നെ ഉത്തമം, ദ ബെസ്റ്റ് ആണ്, ഏറ്റവും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നതാണ്. പ്രത്യക്ഷ അവഗമം എന്ന് പറഞ്ഞാല് പ്രത്യക്ഷമാണ് അതിന്റെ ഫലം, അപ്പൊ തന്നെ ഫലം കിട്ടും. അപ്പൊ നമ്മൾ പഠിക്കുകയൊക്കെ ചെയ്തിട്ട് ഒരു ജോലി കിട്ടണമെങ്കിൽ എത്ര കാലം കാത്തിരുന്നിട്ടൊക്കെയാണ് അല്ലേ? 1ാം ക്ലാസ് തുടങ്ങി ഡിഗ്രി കഴിഞ്ഞ് പിന്നെയും കുറെയൊക്കെ പഠിച്ചിട്ടൊക്കെയാണ് എന്തെങ്കിലും കാര്യം ഉണ്ടാവുക. അങ്ങനെയല്ല, ഭഗവാൻ പറഞ്ഞു തരുന്ന ഈ വിദ്യ പഠിച്ചാല്, രാജവിദ്യ പഠിച്ചാല് പ്രത്യക്ഷ അവഗമാണ്, ഉടനെ കൺമുന്നിൽ തന്നെ ഫലമാണ്, ധർമ്മ്യമാണിത്, ചെയ്യേണ്ടത് തന്നെയാണ്, എന്താ ചെയ്യേണ്ടത് എന്ന് മനസ്സിലാവും. മാത്രല്ല സുസുഖമാണ്, അത് നമുക്ക് സുഖം തരുന്നു, വളരെ എളുപ്പമാണത്. കർത്തും അവ്യയം, ഇത് ചെയ്താൽ ഇതൊരിക്കലും നശിക്കാത്തതുമാണ്. അപ്പൊ എത്ര ഗുണങ്ങളാണ് അതിന്റെ പറഞ്ഞിരിക്കുന്നത്. ഇത് രാജവിദ്യയാണ്, പവിത്രമാണ്, നേരിട്ട് ആത്മസാക്ഷാത്കാരം കിട്ടും, ധർമ്മത്തിന്റെ പരിപൂർണതയാണ്, ശാശ്വതമാണ്, മാത്രമല്ല സന്തോഷത്തോടെ ചെയ്യാവുന്നതാണ്. മറ്റെല്ലാ ഭൗതിക വിദ്യകൾ ഉണ്ടായാലും കാര്യം പോരാ, അത് പോരാ, ഇതും കൂടി വേണം. ഈ രാജവിദ്യ ഉണ്ടായാലേ മറ്റുള്ള വിദ്യകൾ കൊണ്ട് കാര്യമുണ്ടാവുള്ളൂ. അതല്ല, മറ്റൊന്നുമില്ല, മറ്റൊരു ഭൗതിക വിദ്യയും ഇല്ല, ഒരു ഡിഗ്രിയും ഇല്ല, ഒരു പാണ്ഡിത്യവും ഇല്ല, ടെക്നിക്കലായിട്ടുള്ള വിവരങ്ങളും ഇല്ല, വെറും ഈ വിദ്യ മാത്രമേ ഉള്ളൂ വെച്ചാലോ അത് മതി, മറ്റതൊക്കെ താനെ വന്നോളും എന്നാണ്. പിന്നെ രാജഗുഹ്യമാണ്, ഏറ്റവും ശ്രേഷ്ഠമാണ്, പവിത്രമാക്കും. ഇത് നമ്മളുടെ മനസ്സിനെ, മുൻവാസനകൾ, മുൻ ജന്മത്തിൽ നമ്മൾ കുറെ കാര്യങ്ങളൊക്കെയും കൊണ്ടാണല്ലോ വന്നിട്ടുണ്ടാവുക. നമ്മുടെ സൂക്ഷ്മ ശരീരത്തില് നമ്മൾ ആഗ്രഹിച്ചിട്ട് നടക്കാതെ പോയ കാര്യങ്ങളൊക്കെ ആ ജന്മത്തിൽ തന്നെ വിട്ടിട്ട് പോരാതെ അതും കൂട്ടിപ്പിടിച്ചിട്ടാവും വന്നിട്ടുണ്ടാവുക. അപ്പോ അതൊക്കെ മെല്ലെ മെല്ലെ നശിച്ചു പൊക്കോളും, പവിത്രമാക്കും നമ്മളുടെ മനസ്സിനെ. പിന്നെ ഇത് ഏറ്റവും ഉത്തമമാണ്, പിന്നെ പ്രത്യക്ഷാവഗമമാണ്, ഉടൻ തന്നെ അറിഞ്ഞത് അനുഭവം തരുന്നു പറഞ്ഞു. പിന്നെ ധർമ്മ്യമാണ്, അല്ലെ? ഓരോരുത്തർക്കും ഓരോ തരം ധർമ്മങ്ങൾ ഉണ്ടാവും. ബ്രഹ്മചാരിക്ക്, ഗൃഹസ്ഥന്, വാനപ്രസ്ഥന്, സന്യാസിക്ക്, പതിവ്രതയ്ക്ക്, പതിക്ക്, വിദ്യാർത്ഥിക്ക് ഒക്കെ ഓരോരോ ധർമ്മങ്ങളുണ്ട്. അപ്പോ നമ്മളുടെ മനസ്സിൽ തന്നെ
അത് തെളിഞ്ഞു വരും. അതാണ് ധർമ്മ്യം. പിന്നെ പറയുന്നത് സുസുഖമാണ്, വളരെ എളുപ്പമാണ്. ഒരാളുടെ കീഴിൽ പോയിട്ട് ഒരു ഗുരുവിനെ അന്വേഷിച്ച് നടക്കണം എന്നുള്ള ബുദ്ധിമുട്ടൊന്നുമില്ല. കുറെ കാലം അതിന് കാത്തിരിക്കേണ്ട, വളരെ എളുപ്പമാണ്. സുലഭതയാ ഹസ്തലബ്ധേന്ന് പറഞ്ഞല്ലോ, വളരെ എളുപ്പത്തിൽ നമ്മളുടെ കയ്യിന്റെ ഉള്ളിലേക്ക് അത് കിട്ടും. അമ്പലത്തിൽ പോയിട്ട് എത്രയോ ബുദ്ധിമുട്ടി യാത്ര ചെയ്ത് അവിടെ എത്തണം, പിന്നെ ഒരു കുറേ നേരം മണിക്കൂർ കണക്കിന് ക്യൂ നിൽക്കണം അല്ലെ. ഒക്കെ കഴിഞ്ഞ് നടുക്കിലെത്തുമ്പോ ഒരു സെക്കൻഡ് കണ്ടോ, എന്താ കണ്ടതെന്ന് തന്നെ നോക്കാൻ നേരില്ല, അത്രയും വേഗത്തിൽ അവിടെ നിന്ന് പോവും. പിന്നെ ക്ഷീണിച്ച് അവശരാവും, പിന്നെ പ്രസാദത്തിന് ക്യൂ നിൽക്കണം. അങ്ങനെ എത്ര ബുദ്ധിമുട്ടുണ്ട്. ഇതൊന്നും വേണ്ട, സുലഭമാണ്, സുസുഖമാണ്. മറ്റൊരാളുടെ ആവശ്യം തന്നെയല്ലേ, മറ്റൊരാളുടെ സഹായവും വേണ്ട, നമുക്ക് തോന്നണമെന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഒരു സമയത്ത് കിട്ടിയാലോ പിന്നെ അതൊരിക്കലും വിട്ടുപോവുകയും ഇല്ല. പിന്നെ ആധുനിക കാലത്താണെങ്കിൽ ഇപ്പോഴാണെങ്കിൽ വളരെ എളുപ്പമാണ് അല്ലെ. എന്തൊക്കെ ചാനലുകളും സൗകര്യങ്ങളും ഒക്കെ നമുക്കുണ്ട്. നമ്മളുടെ ഒന്നും കുട്ടിക്കാലത്ത് ഇതൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോ ഒന്ന് TV വേണ്ടി അല്ലെങ്കിൽ യൂട്യൂബ് നോക്കുക, അല്ലെങ്കിൽ ഇതുപോലെ ക്ലാസ്സുകൾ കേൾക്കുക, അതൊക്കെ മാത്രം പറഞ്ഞാൽ നമ്മൾ പാത്രം ഇങ്ങനെ തുറന്നു വെച്ചാൽ മതി, അതിലേക്ക് ഭഗവാന്റെ കൃപ ഒഴുകി വന്നോളും. അത് പിന്നെയോ കിട്ടിയാലോ അത് നശിക്കോ? അവ്യയമാണിത്, ഒരിക്കലും ഇത് നശിക്കുകയുമില്ല. അപ്പൊ അതാണ് രാജവിദ്യ രാജഗുഹ്യം പവിത്രം ഇതമുത്തമം പ്രത്യക്ഷാവഗമം ധർമ്മ്യം സുസുഖം കർത്തും അവ്യയം. ഇത് സമയം കിട്ടുമ്പോ നിങ്ങൾ വായിക്കണം, അപ്പൊ ഇതിന്റെ അർത്ഥം നന്നായിട്ട് മനസ്സിലാവും. പ്രത്യക്ഷാവഗമാണ്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിന് കൺമുന്നിൽ തന്നെയാണ്, കൈക്കണ്ട ഫലം എന്നൊക്കെ പറയില്ലേ, അതുപോലെ തന്നെ കൈക്കണ്ട മരുന്ന് എന്നൊക്കെ പറയില്ലേ, അതുപോലെയാണ് പ്രത്യക്ഷാവഗമമാണ് ഇത്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതിനൊരു സുസുഖമാണ് എന്നുള്ളതിന്റെ ഉദാഹരണമാണ് ശബരി. ശബരിക്ക് വല്ല വിദ്യാഭ്യാസം ഉണ്ടായിരുന്നോ? ബ്രാഹ്മണനായിരുന്നോ? ഒന്നുമല്ല, ഒരു കാട്ടാളത്തി സ്ത്രീ ആയിരുന്നു അവര്. പക്ഷെ അവർക്ക് ഉറപ്പുണ്ടായിരുന്നു, അവരുടെ ഗുരു ആയിട്ടുള്ള ആരായിരുന്നു? മതംഗ മഹർഷി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ശബരി അവിടെ ഇരുന്ന് ഭഗവാനെ രാമരാമാന്ന് ജപിച്ചോളൂ, ശ്രീരാമചന്ദ്രൻ വരും, ശബരി അനുഗ്രഹിക്കും എന്ന് പറഞ്ഞു. അതേ ഒരു വാക്കില് വിശ്വസിച്ചിരുന്ന് ഓരോ ദിവസവും ഇന്ന് വരുമാവോ ശ്രീരാമൻ എന്ന് വിചാരിച്ച് കണ്ണുപോലും കാണാനില്ല, എന്നാലും പഴങ്ങളൊക്കെ പെറുക്കി വെച്ച് മധുരം ഉണ്ടോ എന്നൊക്കെ നോക്കിയൊക്കെയാണ് ശബരി എടുത്തു വെച്ചിരുന്നത് അല്ലെ. അതേപോലെ തന്നെ മഞ്ജുളയ്ക്കും എന്തെങ്കിലും ക്വാളിഫിക്കേഷൻ ഉണ്ടായിരുന്നോ? ഒന്നുമില്ല, ഒരു നീചകുലത്തിൽ ജനിച്ച പെൺകുട്ടിയാണ്. അമ്പലത്തിന്റെ ഉള്ളിലേക്ക് പോലും ജാതി കോമരങ്ങൾ അവരെ കടത്തി വിട്ടിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ടും അത്രയോ വലിയ ആളായില്ലേ, മഞ്ജുളയുടെ പേരിൽ തന്നെ അവിടെ ഒരു സ്ഥലം ഉണ്ടായി. അപ്പൊ അതിനെന്താ വേണ്ടത്? ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം, ശ്രദ്ധയാണ് അതിന് വേണ്ടത്. അപ്പൊ അസൂയ ഉണ്ടാവാൻ പാടില്ല. പവിത്രമായിട്ടുള്ള ഈ വിദ്യ, ഭഗവാൻ പറഞ്ഞു തരുന്ന ഈ വിദ്യ പഠിക്കാനായിട്ട് ശ്രദ്ധ വേണം, ഭക്തി വേണം, വിശ്വാസം വേണം. ധർമ്മത്തിന്റെ പരിപൂർണതയാണ്, പ്രത്യക്ഷ അവഗമമാണ്, സുസുഖമാണ്, അവ്യയമാണ്. വിദ്യകളിൽ രാജാവാണ്. മുമ്പ് പറഞ്ഞിട്ടുള്ള എല്ലാ സിദ്ധാന്തങ്ങളുടെയും രത്ന ചുരുക്കമാണ്. രാജഗുഹ്യമാണ് ഈ അറിവ്. പാപകർമ്മഫലത്തിന് 4 ഘട്ടങ്ങളുണ്ട്. പവിത്രത്തിന് 4ഉം ശുദ്ധീകരിക്കാൻ കഴിയുമെന്ന് സൂചിപ്പിക്കുന്നു. ഇതൊക്കെ കുറച്ചും കൂടെ കഴിഞ്ഞിട്ടുള്ള ശ്ലോകങ്ങളാണ്. ഹരേ കൃഷ്ണ മഹാമന്ത്രം ഉച്ചരിച്ച് ശീലിക്കുന്ന ആർക്കും ഉടനെ തന്നെ ഇതാണ് പ്രത്യക്ഷാവഗമത്തിന്റെ ഒരു ഉദാഹരണം. നമ്മൾ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്ന് മനസ്സിൽ തട്ടിയിട്ട് വേഗം 8 മാലയാക്കട്ടെ അല്ലെങ്കിൽ 16 മാലയാക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് സ്പീഡിൽ ഹരേ കൃഷ്ണ കൃഷ്ണ അങ്ങനെ ചൊല്ലിയിട്ട് കാര്യമില്ല. നമ്മൾ വളരെയധികം അതിൽ ശ്രദ്ധിച്ചിട്ട് ഒരു മാലയായാലും അതാണ് കൂടുതൽ നന്നാവുക. അതിലേക്ക് നമ്മളുടെ മനസ്സും ശ്രദ്ധയും ഭക്തിയും വിശ്വാസവും ഒക്കെ ഉണ്ടാവണം. നമ്മളുടെ ഭൂമധ്യത്തില് ഭഗവാനെ, എങ്ങനെയുള്ള ഭഗവാനെ? ആദിത്യവർണ്ണത്തില് ആദിത്യന്റെ പോലെയുള്ള ശോഭയില്
ഓടക്കൊയിലൂതിക്കൊണ്ട് വനമാലയൊക്കെ ഇട്ടിട്ട് മുടിയിൽ മയിൽപ്പീലിയൊക്കെ ചൂടിയിട്ടുള്ള ഭഗവാൻ അത് കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. ഓരോ നാമവും ഓരോ പുഷ്പമായിട്ട് ഭഗവാനെ അർച്ചിക്കുന്ന വിധത്തിൽ ചൊല്ലണം. അങ്ങനെ ചൊല്ലുമ്പോ ഹരേ കൃഷ്ണ മഹാമന്ത്രം ഉച്ചരിക്കുമ്പോൾ അതീന്ദ്രിയ ആനന്ദം അനുഭവപ്പെടും. ഭൗതികത മാലിന്യങ്ങള് വേഗത്തിൽ ഒഴിഞ്ഞു പോവും. ഭക്തിപരമായ സേവന സന്ദേശം പ്രചരിപ്പിക്കലും കൂടി നിർവഹിച്ച് കൃഷ്ണാവബോധ പ്രവർത്തനത്തിന് സഹായിക്കുമെങ്കിൽ ക്രമേണ ആധ്യാത്മികമായ, അതായത് ഇപ്പതാ സെപ്റ്റംബർ 12 നമ്മളുടെ പുതിയ ലെവൽ 1 ബാച്ച് തുടങ്ങുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ അത് കുറച്ച് പേരോട്, ഒരു 10-15 പേരോടെങ്കിലും അത് പറയണം. അതാണ് ഈ സേവനം എന്ന് പറയുന്നത്. സന്ദേശം പ്രചരിപ്പിക്കാം. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അതും ഒരു ഭക്തിയുത സേവനം തന്നെയാണ്. ഇതിന് മുൻ വിദ്യാഭ്യാസമോ യോഗ്യതയോ ഒന്നും പരിഗണിക്കേണ്ട ആവശ്യമില്ല. സുസുഖം, സന്തോഷത്തോടെയാണ് ഇത് ചെയ്യുന്നത്. ഇനി 3-ാമത്തെ ശ്ലോകം. അശ്രദ്ധധാന പുരുഷ ധർമ്മസ്യാസ്യ പരം തപ അപ്രാപ്യ മാം നിവർത്തന്തേ മൃത്യു സംസാരവർമ്മനി. ഈ ഭക്തിയുത സേവനത്തിൽ വിശ്വാസമില്ലാത്തവർക്ക്, ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ ആർക്കാണ് ഇത് കേൾക്കാനുള്ള യോഗ്യത എന്ന് പറഞ്ഞു. ഇനി ആർക്കാണ് അത് കേൾക്കാനുള്ള അയോഗ്യത, അല്ലെങ്കിൽ ആർക്കാണ് അത് കേൾക്കാൻ പാടില്ലാത്തത് എന്ന് പറയാം. അപ്രാപ്യമാം നിവർത്തന്തേ മൃത്യു സംസാരവർമ്മനി. ഈ ഭക്തിയുത സേവനത്തിൽ വിശ്വാസമില്ലാത്തവർക്ക്, ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, വളരെ ഭക്തിപൂർവ്വം നാമം ജപിക്കണം, പ്രചരിപ്പിക്കണം. അതിലൊന്നും എനിക്ക് പറ്റില്ല, എനിക്ക് വേറെ എത്ര പണിയുണ്ട് ആ നേരത്തെ, അങ്ങനെ വിശ്വാസമില്ലാത്തവർക്ക് എന്നെ പ്രാപിക്കാനാവില്ല. ഭഗവാന് വേണ്ടിയിട്ടല്ല, നമുക്ക് വേണ്ടിയിട്ടാണെന്ന് നമുക്ക് മനസ്സിലാവണം. ഹേ ശത്രുഞ്ജയ പരം തപ. അതുകൊണ്ട് അവർ എന്താ ചെയ്യുക? പിന്നെ ഈ വിശ്വാസമില്ലാത്തവര് ഈ ഭൗതിക ലോകത്തിൽ ജനന മരണങ്ങളുടെ വഴിയിലേക്ക് വീണ്ടും വീണ്ടും ജനിച്ചും മരിച്ചും വിഷമിച്ചും മുങ്ങിയും പൊങ്ങിയും ഈ സംസാര സാഗരത്തിൽ തന്നെ കിടന്നവർ വിഷമിക്കാണ് ഉണ്ടാവുക. അപ്പൊ ആർക്കാണ് ഇത് കിട്ടാത്തത് എന്നുള്ള കാര്യമാണ് ഭഗവാൻ ഇവിടെ പറഞ്ഞത് അല്ലെ. സുലഭമായ ഈ കാര്യത്തില് വിശ്വാസം വേണം, ശ്രദ്ധ വേണം. എളുപ്പത്തിൽ കിട്ടുന്നതാണ്. അങ്ങനെ എളുപ്പത്തിൽ കിട്ടുക ആർക്കാണെന്ന് നമ്മൾ പറഞ്ഞു. അത്രയധികം ശ്രദ്ധയോട് കൂടിയിട്ട് ഉള്ളവർക്കേ കിട്ടുള്ളൂ. ശ്രദ്ധയില്ലാത്തവർക്ക് അത് കിട്ടില്ല. അപ്പോ ബ്രാഹ്മണനാവണം എന്നല്ല ഭഗവാൻ പറഞ്ഞത്, അല്ലെങ്കിൽ വിദ്യാസമ്പന്നനാവണം എന്നല്ല പറഞ്ഞത്. ശ്രദ്ധ വേണം, വിശ്വാസം വേണം എന്നാണ്. അതിനുള്ള ഒരു പാസ്സാണ്, അല്ലെങ്കിൽ ഒരു സർട്ടിഫിക്കറ്റ് ആണ്, ക്വാളിഫിക്കേഷൻ ആണ് ശ്രദ്ധ. അല്ലാത്തവര് മറ്റുള്ളവരെ പരിഹസിക്കാനോ അല്ലെങ്കിൽ പോണത് തടയാനോ നിൽക്കുന്ന ആൾക്കാര് എന്തുണ്ടാവും? വീണ്ടും ഈ ഭൗതിക ലോകത്തിലേക്ക് തന്നെ ജനിച്ചും മരിച്ചും വിഷമിക്കേണ്ട ഗതി വരികയാണ് ചെയ്യുന്നത്. വിശ്വാസം അതുപോലെ തന്നെ വളരെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരിക്കൽ ഒരു മനുഷ്യൻ അയാൾക്ക് ഭഗവാനെ പ്രാപിക്കണം, അല്ലെങ്കിൽ ഭഗവാനോട് ഏറ്റവും ഭക്തനാണ്, ഞാൻ എങ്ങനെയാണ്, എനിക്ക് അമ്പലത്തിൽ പോകാനൊന്നും ആരുമില്ല, കുറെ ദൂരെയാണ് അമ്പലം, നടക്കാനും വയ്യ, എന്താ ചെയ്യാന്ന് ചോദിച്ചു. അപ്പൊ അയാളുടെ ഒരു സുഹൃത്ത്, അത് ഭഗവാൻ തന്നെ പറഞ്ഞയച്ചതായിരിക്കും, പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്തോളൂ, ഒരു അമ്പലത്തിലും പോകണ്ട, ഒന്നും വേണ്ട, വിശ്വാസത്തോടു കൂടിയിട്ട് ഭഗവാനെ അങ്ങോട്ട് നാമം ചൊല്ലിക്കോളൂ, എന്നിട്ട് നിങ്ങളുടെ ഹൃദയം തന്നെ ഒരു അമ്പലം അല്ലെ, ഹൃദയശേ അർജുന സ്ഥിതി ചെയ്യുന്നു എന്നല്ലേ പറഞ്ഞിരിക്കണ. അപ്പൊ ഭഗവാനെ നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ, ഹൃദയത്തിന്റെ ഉള്ളില് ഒരു രത്ന സിംഹാസനമൊക്കെ ഭാവനയാണ് ഉണ്ടാക്കുക. ഒരു അമ്പലം, ആ അമ്പലത്തിന്റെ ഉള്ളില് ഒരു ശ്രീകോവില്, ആ ശ്രീകോവിലിന്റെ ഉള്ളില് രത്നം പതിച്ചിട്ടുള്ള ഒരു പീഠം, ആ പീഠത്തിന്റെ മുകളില് നിങ്ങൾ എങ്ങനെയാണോ ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് അതുപോലെ ഭഗവാനെ അവിടെ ഇരുത്താം. എന്നിട്ട് ഭഗവാനെ അഭിഷേകം കഴിച്ചോളൂ, പിന്നെ പൂമാല ചേർത്തിക്കോളൂ, തലയിൽ കിരീടം വെച്ചോളൂ, എന്തൊക്കെയാണോ തോന്നുന്നത് അതൊക്കെ കണ്ണടച്ച് ഭക്തിയോട് കൂടിയിട്ട് അങ്ങനെ ചെയ്യുക. ആരതി ഒഴിയ, ദീപം കൊണ്ട് ആരാധിക്കുക, നിവേദ്യങ്ങൾ വയ്ക്കുക, എന്ത് ആനപ്പുറത്ത് ശിവേലിക്ക് എഴുന്നള്ളിക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഹൃദയത്തിന്റെ ഉള്ളില് മറ്റൊരു ശല്യവും അല്ലെങ്കിൽ ശ്രദ്ധ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ചെയ്യാതെ അത് ചെയ്തു നോക്കാൻ പറഞ്ഞു. അദ്ദേഹത്തിന് വളരെയധികം സന്തോഷമായി. എന്തൊരു എളുപ്പമാണ്, എന്തൊരു സുഖമാണ്, സുസുഖമാണ് ഈ കാര്യം എന്ന് പറഞ്ഞിട്ട് അത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഒരു ദിവസം അദ്ദേഹം മനസ്സുകൊണ്ടാണ് കേട്ടോ ഓരോ നിവേദ്യങ്ങളൊക്കെ ഉണ്ടാക്കി അങ്ങനെ
പാൽപ്പായസം കൊടുക്കണം എന്ന് ഭഗവാനെ വിചാരിച്ചിട്ട് അദ്ദേഹം പാൽപ്പായസം വെച്ചു. എന്നിട്ട് അത് അവിടെ നേദിക്കാൻ വെച്ചപ്പോ ഇദ്ദേഹത്തിന് തോന്നി ഇതിന് ചൂട് കൂടുതലാണോ എന്നൊന്ന് നോക്കണം. എന്നിട്ട് അങ്ങനെ ഒരു വിരൽ അതിലിട്ടിട്ടൊന്ന് ഹരേ കൃഷ്ണ, കൃഷ്ണകുമാർ പ്രഭു അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞോളൂ. ഹരേ കൃഷ്ണ. ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ടല്ലോ. ഹരേ കൃഷ്ണ. ഇതറിയാന്നാണോ? അപ്പൊ എന്തുണ്ടായി? ഈ വിരലിന്റെ അറ്റം പൊള്ളിപ്പോയി. ഇത്ര അത് ശരിക്കും പൊള്ളിപ്പോയി എന്നാണ് പറയണത്. അപ്പോ അത് കഥയൊന്നുമല്ല. അങ്ങനെ നമ്മൾ വിശ്വസിച്ചാൽ നമുക്കും അതുപോലത്തെ അനുഭവങ്ങൾ ഉണ്ടാകും. അപ്പൊ വിശ്വാസം വേണം, ശ്രദ്ധ വേണം, ഭക്തി വേണം. അതാണ് ഭഗവാൻ പറഞ്ഞിട്ടുള്ളത്. കൃഷ്ണനെ സേവിക്കുന്നതിലൂടെ ഒരു വ്യക്തിക്ക് എല്ലാം പൂർണ്ണതയും കൈവരിക്കാൻ കഴിയും. മരത്തിന്റെ വേരിന് വെള്ളം ഒഴിക്കുന്നത് പോലെ ഭക്തരുമായിട്ടുള്ള സമ്പർക്കം അതിന് ശക്തി കൂട്ടും. നല്ല വിശ്വാസവും വേദഗ്രന്ഥത്തിലുള്ള അറിവും ഇല്ല. ഭക്തി സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണെങ്കിലും എളുപ്പത്തിൽ വീണു പോകുന്നു. മറഞ്ഞിരിക്കുന്ന ഉദ്ദേശ ലക്ഷ്യങ്ങളോടെ കൃഷ്ണാവബോധത്തിലേക്ക് വരുന്നു. അങ്ങനെയാണെങ്കിൽ ഒരിക്കലും പരിപൂർണത നേടാൻ പറ്റില്ല. അപ്പൊ ദൃഢമായ വിശ്വാസമാണ് വേണ്ടത്. അങ്ങനെയുള്ളവർ ഒരിക്കലും വീഴില്ല. ആരെന്ത് പറഞ്ഞാലും അവർ വീഴില്ല. ഇനി അതിലെ വിഭാഗം 2ആണ്. അപ്പൊ ആദ്യം എങ്ങനെയുള്ളവർക്കാണ് ഈ ഭക്തി ഉണ്ടാവുക, എങ്ങനെയുള്ളവർക്കാണ് ഭക്തി അല്ലെങ്കിൽ ഭഗവാൻ പറയണത് മനസ്സിലാവാതിരിക്കുക എന്നുള്ളതാണ് ഭഗവാൻ പറഞ്ഞത്. രണ്ടാമത്തെ ഭാഗമാണ് 10ാമത്തെ വരെയുള്ള ശ്ലോകം. ഭൗതിക ലോകവുമായുള്ള കൃഷ്ണന്റെ ഭേദ അഭേദ ബന്ധം. ഭഗവാനെ എങ്ങനെയാണ് നമ്മളൊക്കെ ആയിട്ട് ഭഗവാന് വളരെയധികം ബന്ധമുണ്ട് എന്നാണ്. കൃഷ്ണൻ തന്റെ ഭൗതിക ശക്തിയിലൂടെ പ്രപഞ്ചത്തിൽ മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്നു, സൃഷ്ടിക്കുന്നു, സംഹരിക്കുന്നു. കൃഷ്ണൻ പരമോന്നത സംവിധായകനാണ്. ഭൗതിക ലോകം സ്വതന്ത്രമായി നീങ്ങുന്നു. അങ്ങനെ കൃഷ്ണൻ നിഷ്പക്ഷനും നിസ്സംഗനുമായി തുടരുന്നു. 4ാമത്തെ ശ്ലോകം. മയാ തദമിദം സർവം ജഗദവ്യക്തമൂർത്തിന മത്സ്ഥാനി സർവഭൂതാനി ന ചാഹം തേഷവസ്ഥിത. ഇത് നമ്മൾ മുൻപ് പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്. അവ്യക്തമായ രൂപത്തിൽ ഞാൻ ഈ പ്രപഞ്ചം മുഴുവനും വ്യാപിച്ചു നിൽക്കുന്നു. സർവഭൂതങ്ങളും എന്നിലാണ്. ഞാൻ അവയിലല്ല സ്ഥിതി ചെയ്യുന്നത്. അല്ല, ഇതിനു മുമ്പും പറഞ്ഞു. നമ്മൾ പറഞ്ഞില്ലേ, കറണ്ട് ഉള്ളത് കൊണ്ടാണ് ഈ ഫാനും ലൈറ്റും മിക്സിയും അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ആകുന്നത്. അല്ലാണ്ട് ഇതൊന്നും ഇലക്ട്രിസിറ്റിയിലല്ല ഉള്ളത് എന്ന് പറഞ്ഞു. പാശ്ചാത്യ ദേശത്ത് പ്രഭുപാദരുടെ വാചകമാണ്. പാശ്ചാത്യ ദേശത്ത് അറ്റ്ലസ് എന്ന് പറഞ്ഞിട്ടൊരു ദേവനുണ്ട്. ആ ദേവന്റെ പ്രതിമ അവര് ഉണ്ടാക്കിയിട്ടുള്ളത് വളരെ ബുദ്ധിമുട്ടി ഇങ്ങനെ ചെരിഞ്ഞ് നിൽക്കുകയാണ്. കയ്യിൽ ഈ ഭൂമിയാകുന്ന ഗോളത്തിനെ ഇങ്ങനെ താങ്ങി പിടിച്ചിട്ടാണ്. ചെരിഞ്ഞിട്ട് ഇത്തിരി ക്ഷീണിച്ചോ എന്ന് തോന്നുന്ന മാതിരി ഭൂമിയുടെ പ്രപഞ്ചത്തിന്റെ ഭാരം മുഴുവനും തോളിലേന്തി നിൽക്കുന്ന ഒരു ദേവനാണ് ഈ അറ്റ്ലസ് ദേവൻ. അതുപോലെ അല്ല ഭഗവാൻ എന്ന് പ്രഭുപാദര് പറയാണ്. ഭഗവാൻ ഇതൊന്നും ഒരു പ്രശ്നേയല്ല. കാരണം എന്താണ്? നിങ്ങള് ഗോലോക ചാർട്ടൊക്കെ കണ്ടിട്ടുള്ളവരല്ലേ? അല്ലെങ്കിൽ അതിനി 12ാമത്തെ അധ്യായത്തിൽ കുറച്ചല്ലേ ശ്ലോകമുള്ളൂ. അപ്പൊ ഒന്നും കൂടെ കാണിക്കാം. അപ്പോ ഭഗവാൻ കിടക്കുന്നു. ഭഗവാന്റെ നാഭിയിൽ നിന്നും ബ്രഹ്മാവ് വരുന്നു. ഭഗവാന്റെ ഓരോ ശ്വാസത്തിൽ നിന്നും അല്ലെങ്കിൽ ഒരു വിയർപ്പ് തുള്ളിനും അനേകം ബ്രഹ്മാണ്ടങ്ങൾ വരുന്നു. ഓരോ ബ്രഹ്മാണ്ടത്തിന്റെയും ഉള്ളിൽ ഭഗവാൻ വീണ്ടും പ്രവേശിക്കുന്നു. അതിൻ്റെ ഉള്ളില് ബ്രഹ്മാവ് ഭഗവാന്റെ നാഭിയിൽ നിന്ന് വരുന്നു. അങ്ങനെ എത്രയോ പ്രപഞ്ചങ്ങൾ വരുന്നു. അങ്ങനെ അവ്യക്തമായ രൂപത്തിൽ ഈ പ്രപഞ്ചമെമ്പാടും ഭഗവാൻ വ്യാപിച്ചു നിൽക്കുകയാണ്. ഭഗവാൻ ഇതൊന്നും ഒരു ഭാരം ഒന്നുമല്ല. എത്രയോ ചെറിയൊരു നിശ്വാസത്തിൽ നിന്നും ഒരു അനേകം പ്രപഞ്ചങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്ന ആളാണ് ഭഗവാൻ. ഒരു ജീവജാലവും ഇല്ലെങ്കിലും ഭഗവാൻ അവിടെ ഉണ്ടാവും. വലിയ നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും ഒക്കെ ആകാശത്തിൽ ഇങ്ങനെ രാത്രി നമുക്ക് തെളിഞ്ഞ ഒരു രാത്രി ടെറസിന്റെ മുകളിലോ അല്ലെങ്കിൽ മുറ്റത്തോ നിന്ന് ആകാശത്തേക്ക് നോക്കിയാൽ നമുക്കത് മനസ്സിലാവും. എത്ര വലിയതാണ് ഈ പ്രപഞ്ചം എന്നുള്ളത് നമുക്ക് അപ്പം മനസ്സിലാവും.
അനന്തമജ്ഞാതം അവർണ്ണനീയം എന്ന് പറയില്ലേ, അതുപോലെ നമ്മൾ എന്ത് കഥയാണ് കണ്ടിട്ടുള്ളത്, നമ്മൾ എത്ര നിസ്സാരരാണെന്ന് നമുക്കപ്പോ മനസ്സിലാവും. അവ എല്ലാം തന്നെ, ഈ കാണുന്ന എല്ലാ നക്ഷത്രങ്ങളും തന്നെ, ഓരോ നക്ഷത്രത്തിന്റെയും അതിൽ തന്നെ ഏറ്റവും ചെറുത് ഏറ്റവും അടുത്തുള്ളതാണല്ലോ സൂര്യൻ അല്ലെ. ആ സൂര്യന്റെ കഥ നമുക്കറിയാം. അപ്പോ ഇതിനെ നമുക്ക് സങ്കല്പിച്ചാൽ മനസ്സിലാവും, അതൊക്കെ ഭഗവാനിൽ നിന്നാണ് വരുന്നത്. ഭഗവാൻ സ്വതന്ത്രമായിട്ട് നിൽക്കണം. ഞാൻ ഭൂതങ്ങളെ ധരിക്കുന്നു, ആത്മാവായിട്ട് അവയെ നിലനിർത്തുന്നു. സൃഷ്ടിസ്ഥിതിജാലങ്ങളൊന്നും എന്നിൽ സ്ഥിതി ചെയ്യുന്നുമില്ല. എന്റെ യോഗ പ്രഭാവം ഒന്ന് നോക്കൂ. ഇത് 5ാമത്തെ ശ്ലോകമാണ് കേട്ടോ. അതിന് മുമ്പ് പറഞ്ഞത് പ്രപഞ്ചമെമ്പാട് വ്യാപിച്ചു നിൽക്കുന്നു ഞാൻ, സർവഭൂതങ്ങളും എന്നിൽ സ്ഥിതി ചെയ്യുന്നു, ഞാൻ ആത്മാവായിട്ട് നിൽക്കുന്നു. ഇപ്പൊ സ്വർണ്ണാഭരണങ്ങളാണ് വിചാരിക്കാം. ഒരു ജ്വല്ലറിയിൽ പോയാല് എത്ര തരം സ്വർണങ്ങളാണല്ലേ, കമ്മലുകൾ തന്നെ ഉണ്ടാവും, ഒരു 10,000 തരം, അങ്ങനെ ഒരുപാട്. എന്നാലും അതിൻ്റെയൊക്കെ അടിസ്ഥാനമായിട്ടുള്ള കാര്യം സ്വർണം മാത്രമാണ്. അതെപ്പോഴും വേദത്തിലൊക്കെ പറയണ ഉദാഹരണമാണ്. ആഭരണവും സ്വർണവും പോലെ, അല്ലെങ്കിൽ മണ്ണും മൺപാത്രങ്ങളും പോലെ. ഈ വെള്ളത്തിലെ അറ്റ്ലാന്റിക് സമുദ്രത്തിലെ കുമിളകൾ എന്നാ പറയും, കുമിളകളും സമുദ്രവും പോലെ അതൊന്നും ബാധിക്കില്ല. അപ്പം എത്ര കുമിള ഉണ്ടായി, എത്ര പൊട്ടിപ്പോയി, അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടിയിട്ട് പരസ്പരം കുമിളകളൊക്കെ ഉടഞ്ഞു പോയാലും സമുദ്രത്തിന് വല്ല കാര്യമുണ്ടോ? അല്ലെങ്കിൽ നമ്മൾ സ്വപ്നം കാണണത് ഓർത്താൽ മതി. നമ്മൾ രാത്രി ഉറങ്ങുമ്പോൾ സ്വപ്നം കാണുന്നു, എന്തൊക്കെ സ്വപ്നം കാണും. കാട്ടുതീന്റെ ഉള്ളിൽ നമ്മൾ പെട്ടുപോയതായിട്ട് കാണും, അല്ലെങ്കിൽ ആന നമ്മളെ കുത്തുന്നതായിട്ട് കാണും, പ്രളയവെള്ളം ഇങ്ങനെ ഒഴുകി പോകുന്നതായിട്ട് കാണും. ഒക്കെ കഴിഞ്ഞ് കണ്ണ് തുറന്നാലോ ഇതൊന്നും ഇല്ല, എല്ലാം മറിഞ്ഞു, നമ്മൾ മാത്രം അവിടെ അവശേഷിക്കും അല്ലെ. അതുപോലെ തന്നെയാണ് നമ്മളൊരു കൊച്ചുകുട്ടിയായിട്ട് ജനിക്കണം, പിന്നെ പിച്ച വെച്ച് നടന്നു തുടങ്ങണം, കുറച്ച് വലുതാവണം, സ്കൂളിലൊക്കെ പോയി വിദ്യയൊക്കെ നേടുന്നു, വലിയ ആളാവണം, വിവാഹം കഴിക്കണം, കുട്ടികൾ ഉണ്ടാകുന്നു, പിന്നെ പ്രായമാവണം, മുടിയൊക്കെ നരച്ച് ജരയും വാർദ്ധക്യവും ഒക്കെ വരണം, മരിച്ചു പോകണം. ഇതെല്ലാവർക്കും ഒരു മാറ്റം ഇല്ലാണ്ട് സംഭവിക്കുന്നതാണ്. ജന്മം, മൃത്യു, ജര, മരണം എന്നുള്ള കാര്യം. ജന്മം, ജര, വാർദ്ധക്യം, മരണം, അതൊക്കെ. എന്നാലും അതിൻ്റെ ഒക്കെ ഉള്ളില് 80 വയസ്സായ ആളും 8 മാസം ആവുമ്പോ തന്റെ ഫോട്ടോ നോക്കിയിട്ട് ഇത് ഞാനാണെന്ന് പറയുന്നുണ്ടല്ലോ. അങ്ങനെ ഭഗവാൻ നമ്മളുടെ ഉള്ളിൽ എല്ലാത്തിനും സ്ഥിതി ചെയ്യുകയാണ്. 5ാമത്തെ ശ്ലോകം. നചമൽസ്ഥാനി ഭൂതാനി പശ്യമേ യോഗമൈശ്വരം ഭൂതഭൃത്ന ഭൂതസ്ഥോ മമാത്മാ ഭൂതഭാവന. യഥാർത്ഥത്തിൽ ഭൂതവസ്തുക്കൾ എന്നിൽ സ്ഥിതി ചെയ്യുന്നില്ല. ഈ ഈശ്വരായമായ യോഗവൈഭവം നോക്കിക്കാണൂ. ഭൂതവസ്തുക്കളെ ധരിക്കുകയും ഭരിക്കുകയും മാത്രമല്ല, സൃഷ്ടിക്ക കൂടി ചെയ്യുന്ന എൻ്റെ ആത്മാവ് അവയിൽ സ്ഥിതി ചെയ്യുന്നില്ല. അവയിൽ ഞാനല്ല. ഇപ്പൊ പറഞ്ഞത് തന്നെയാണ് മറ്റൊരു തരത്തിൽ പറയണമെന്നില്ല. അവര് എന്നിലല്ല സ്ഥിതി ചെയ്യുന്നത്, ഞാൻ അവയിലാണ്. വായു അതിന് ഉദാഹരണമായിട്ട് പറയുന്നതാണ് അടുത്ത ശ്ലോകം. വായു ആകാശത്തിൽ എങ്ങനെയാണ് സ്ഥിതി ചെയ്യുന്നത്? യഥാ ആകാശസ്ഥിതോ നിത്യം വായു സർവത്ര ഗോ മഹാൻ തഥാ സർവാണി ഭൂതാനി മത്സ്ഥാനി ദ്യുപധാരയ. എല്ലായിടത്തും എപ്പോഴും വ്യാപിച്ചിരിക്കുന്ന മഹത്തായ വായു സദാ ആകാശത്തിൽ സ്ഥിതി ചെയ്യുന്നു. അതുപോലെ എല്ലാ പ്രപഞ്ച ഘടകങ്ങളും എന്നിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് ധരിച്ചാലും, അപ്പോ എത്രയോ മഹാനായ വലിയ കാര്യങ്ങളായാലും അതൊക്കെ ഭഗവാനിൽ സ്ഥിതി ചെയ്യുന്നു, അതിനൊരു സംശയവുമില്ല. അപ്പൊ നമ്മള് കഴിഞ്ഞ ദിവസം പറഞ്ഞു, ബ്രഹ്മാവിന്റെ സ്ഥിതിയും ഓരോ ദിവസവും ഒരു മാസവും ഒക്കെ എത്രയോ വലുതാണ് മനുഷ്യന്മാരുടേതുമായിട്ട് താരതമ്യം ചെയ്ത് നോക്കുമ്പോ എന്ന് പറഞ്ഞു. അതാണ് ഇനി അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. സർവഭൂതാനി കൗന്ദേയ പ്രകൃതിം യാന്തി മാമികാം കൽപക്ഷയേ പുനസ്താനി കൽപ്പാദൗ വിസൃജാമ്യഹം. കൽപ്പത്തിന്റെ അവസാനത്തിൽ എല്ലാ പ്രപഞ്ച ഘടകങ്ങളും എന്റെ പ്രകൃതിയിൽ ലയിക്കുന്നു. കൽപ്പത്തിന്റെ ആരംഭത്തിൽ ലയിച്ച പ്രപഞ്ച ഘടകങ്ങളെ ഞാൻ വീണ്ടും
പുറത്തുവിടുന്നു. കൽപ്പം എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രഹ്മാവിന്റെ കൽപ്പം തുടങ്ങുമ്പോൾ സൃഷ്ടി തുടങ്ങുന്നു, അവസാനിക്കുമ്പോൾ ലയം തുടങ്ങുന്നു. അതൊക്കെ സങ്കല്പാതീതമായിട്ടുള്ള കാലമാണ് അല്ലെ. ബ്രഹ്മാവിന്റെ ഒരു പകൽ എന്ന് പറയുന്നത് 430 കോടി വർഷമാണ്. നമ്മളുടെ രാത്രി എന്ന് പറയുന്നതും 430 കോടി വർഷമാണ്. അപ്പൊ ബ്രഹ്മാവിന്റെ ഒരു ദിവസം എത്രയാണ്? 860 കോടി വർഷമാണ്. അപ്പോ 360 ദിവസം എത്രയായിരിക്കും? അത്രയും വലിയൊരു കാലാണ്. അപ്പൊ ബ്രഹ്മാവിന്റെ ആയുസ് എത്രയാ? 100 വർഷം. അത് അതിനേക്കാളും 2 പൂജ്യം കൂടുതലിടണം. അത് നമുക്ക് ആലോചിച്ച് നോക്കിയാൽ തന്നെ കണക്കൂട്ടിയെടുക്കാൻ ബുദ്ധിമുട്ടാണ് അല്ലെ. അങ്ങനത്തെ എത്രയോ അധികം ബ്രഹ്മാവുമാര്, എത്രയോ അധികം ബ്രഹ്മാണ്ടങ്ങളെ എല്ലാതും ഭഗവാനിൽ നിന്നും വരുന്നു. ആ മഹത്വം കാണിക്കാനാണ് പറയുന്നത്. അത് ഭഗവാനിൽ നിലനിൽക്കുന്നു, ഭഗവാനിൽ തന്നെ ലയിക്കുന്നു. പ്രളയം എന്ന് പറഞ്ഞാൽ അങ്ങനെ അങ്ങോട്ട് ലയിച്ചു പോണതാണ്. അതിങ്കൽ എങ്ങാണ്ട് ഒരിടത്തിരുന്ന് നോക്കുന്ന മർത്യൻ കഥ എന്ത് കണ്ടു. ഇതൊക്കെ രഹസ്യമായിട്ട് നമുക്ക് തോന്നും, നമുക്ക് മനസ്സിലാവാഞ്ഞിട്ടാണ്. പിന്നെ വേണമെങ്കിൽ പറയാം, നമ്മളുടെ ആശകളാണ് ഇതിനൊക്കെ കാരണം അല്ലെ. മരിക്കുന്ന സമയത്തുള്ള ആശയനുസരിച്ചാണ് നമ്മൾ വീണ്ടും വീണ്ടും ജനിക്കുന്നത്. പ്രായമാവും തോറും നമ്മൾ നമ്മളുടെ ആശകളൊക്കെ വിടണം. അപ്പൊ നമ്മളുടെ മനസ്സ് കൂടുതൽ ശുദ്ധമാവും. ഒരു കഥ പറയാം. ഒരു മനുഷ്യനുണ്ടായിരുന്നു, ഒരു സാധാരണക്കാരൻ എന്ന് പറഞ്ഞാല് അയാൾക്ക് പണമൊക്കെ ഉണ്ട്, പക്ഷെ അയാൾക്ക് ആരോഗ്യമില്ല. അയാൾക്ക് കുറെ ഭക്ഷണം കഴിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ എന്ത് കഴിച്ചാലും വയറിന് പ്രശ്നമാണ്, ദഹനക്കേടാണ്. അപ്പൊ ഇയാളിങ്ങനെ അതെന്തോ ഒരു പാപത്തിന്റെ ഫലമാണ്, അത് അനുഭവിച്ചത് അങ്ങോട്ട് പോയിക്കോട്ടെ എന്ന് വിചാരിക്കാതെ അയാൾ എപ്പോഴും വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാല് അടുത്ത ജന്മം ഉണ്ടെങ്കിൽ എനിക്കൊരു ആരോഗ്യമുള്ള, വയറുവേദന ഇല്ലാത്ത ഒരാളായിട്ട് ജനിക്കണം എന്നായിരുന്നു അയാളുടെ ആഗ്രഹം. അങ്ങനെ അയാള് കുറെ പ്രായമായി മരിച്ചു പോയി. പിന്നത്തെ ജന്മത്തില് ഭയങ്കര ആരോഗ്യം, നല്ല ആരോഗ്യം, എന്ത് കഴിച്ചാലും ഒരു പ്രശ്നമില്ല. പക്ഷേ ദാരിദ്ര്യം, പണമില്ല, ഒന്നും കഴിക്കാനില്ല. അപ്പൊ ആൾക്കാരോടൊക്കെ പോയി ചോദിക്കേണ്ടി വന്നു. അപ്പൊ അങ്ങനെ കുറെ കാലം കഴിഞ്ഞപ്പോ അയാൾക്ക് വിഷമായി, എന്താ അപ്പൊ അങ്ങനെ ഉണ്ടായിട്ട് കാര്യം, അതുകൊണ്ട് എനിക്ക് പണവും വേണം ആരോഗ്യവും വേണം എന്ന് പ്രാർത്ഥിച്ചു. ഇനി അടുത്ത ജന്മത്തില് പിന്നെ ഭഗവാന് ജന്മം കൊടുക്കാതിരിക്കാൻ പറ്റുമോ? പിന്നത്തെ ജന്മം ഉണ്ടായി. അപ്പൊ നല്ല സമ്പന്നനുമാണ്, നല്ല ശക്തിയുണ്ട്, ഇഷ്ടം പോലെ എന്ത് വേണമെങ്കിൽ കഴിക്കാനും പറ്റും. പക്ഷെ ബുദ്ധിയില്ല, വിവരമില്ല. അപ്പൊ ആർക്കും ഒരു വിലയില്ല. അപ്പൊ അയാൾക്കൊരു കല്യാണം കഴിക്കാൻ നോക്കുമ്പോ ആരെയും കിട്ടണമെന്ന്. അപ്പൊ അയാൾ വിചാരിച്ചു, അയ്യോ എന്താ ചെയ്യാ, എനിക്കൊരു സുന്ദരിയെ കല്യാണം കഴിക്കാനുള്ള എല്ലാ കാര്യവും വേണം. ഒറ്റയടിക്ക് അങ്ങോട്ട് പ്രാർത്ഥിച്ചു. അപ്പൊ പിന്നത്തെ ജന്മം വേണം അല്ലോ. അങ്ങനെ അയാൾ ആ ആശയ്ക്കനുസരിച്ച് പിന്നത്തെ ആളായിട്ട് ജനിച്ചു. അപ്പൊ നല്ലോണം ശക്തി ഉണ്ടായി, സമ്പത്തുണ്ടായി, സൗന്ദര്യം ഉണ്ടായി, വിവരം ഉണ്ടായി. അങ്ങനെ ഒരു സുന്ദരിയെ കല്യാണം കഴിച്ചു. ഈ സുന്ദരിയാണെങ്കിലും ഇയാള് പറഞ്ഞ വല്ലതും കേൾക്കുവോ? ഒന്നും കേൾക്കില്ല, എന്നും അടിപിടിയാണ്. അപ്പൊ പിന്നെയും പ്രാർത്ഥിക്കാൻ തുടങ്ങി, ഭഗവാനെ എന്താ അങ്ങനെ ചെയ്യണത്, എനിക്ക് ഇതൊക്കെ വേണം, അതിന്റെ കൂട്ടത്തിൽ പറഞ്ഞാ കേൾക്കണം, ഒരു നല്ല ഭാര്യ, നല്ല സുശീലയായിട്ടുള്ള ഒരു ഭാര്യ. ഭഗവാൻ പറഞ്ഞു തഥാസ്തു, അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞു. പിന്നത്തെ ജന്മത്തില് അങ്ങനെ എല്ലാം തികഞ്ഞിട്ട് ഒരു കല്യാണമൊക്കെ കഴിച്ച് അങ്ങനെ ഇരിക്കുന്നു. അപ്പൊ എന്താ ചെയ്യാ, അപ്പോഴും ഇയാളുടെ ബോധം ശരിയല്ല. ഇയാള് നല്ലൊരു ഓഫീസിലെ ഉദ്യോഗസ്ഥനാണ്. അപ്പൊ അവിടുത്തെ കമ്പനി സെക്രട്ടറിയോട് പ്രേമം, അങ്ങനെ അത് കുളമായി. അപ്പോഴേക്കും ഭാര്യ ആരുടെ കൂടെ ഓടിക്കും. അപ്പൊ എന്താ ഈ കഥയിൽ പറയണത്, ആഗ്രഹങ്ങള് വെച്ച് ഇങ്ങനെ നമ്മളുടെ ജീവിതം പൊങ്ങും ഒക്കെ ചെയ്ത് വിഷമിക്കേണ്ട ആവശ്യമില്ല. ഇതൊന്നുമല്ല പ്രാർത്ഥിക്കേണ്ടത്. എന്താണ്? ഭഗവാനെ എനിക്ക് അങ്ങയോട് ഭക്തി തരൂ എന്ന് മാത്രം നമ്മൾ പ്രാർത്ഥിച്ചാൽ മതി. അതാണ് നമ്മളുടെ ഭാവിക്ക് എപ്പോഴും കൂടുതൽ നല്ലതായിട്ട് വരാം. അതുകൊണ്ട് കുന്തിപുത്ര, ഓരോ കൽപ്പത്തിന്റെയും അവസാനത്തിൽ ഈ ഭൗതിക ആവിർഭാവങ്ങളെല്ലാം എന്നിൽ പ്രവേശിക്കുന്നു. അടുത്ത കൽപ്പം ആരംഭിക്കുമ്പോൾ ഞാൻ അവയെ വീണ്ടും എൻ്റെ ശക്തിയാൽ സൃഷ്ടിക്കുന്നു. ഇപ്പൊ പറഞ്ഞത് തന്നെയാണ്. പ്രപഞ്ചത്തിന്റെ പ്രവർത്തനം എൻ്റെ അധീനതയിലാണ്. എൻ്റെ ഇച്ഛയ്ക്കനുസരിച്ച് അത് വീണ്ടും ആവിർഭവിക്കുകയും നിലനിൽക്കുകയും ഒടുവിൽ തിരോഭവിക്കുകയും ചെയ്യുന്നു. അപ്പൊ ഭഗവാൻ അത്രയും വിശാലമായിട്ടുള്ള ഒരു ആളാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കണം. ധനഞ്ജയ
ഈ കർമ്മങ്ങൾക്കൊന്നും തന്നെ എന്നെ ബന്ധിപ്പിക്കുവാൻ കഴിയില്ല. ഒരു ഭൗതിക പ്രവർത്തനങ്ങളോടും ബന്ധപ്പെടാതെ ഉദാസീനനെ പോലെ സ്ഥിതി ചെയ്യുകയാണ് ഞാൻ. നചമാം താനി കർമാണി ബന്ധനന്തി ധനഞ്ജയ ഉദാസീനവദാസീനം അസക്തം തേഷു കർമ്മസു. കർമ്മങ്ങളിൽ അസക്തനാണ് ഞാൻ, ഉദാസീനൻ എന്നതുപോലെ പ്രവർത്തിക്കുന്നു. അങ്ങനെയുള്ള എന്നെ പ്രകൃതിയുടെ നിയമങ്ങളൊന്നും ബാധിക്കുകയേയില്ല. ഉദാഹരണമായിട്ട് ഒരു ജഡ്ജി, ആ ജഡ്ജി എന്തൊക്കെ വിധി എഴുതിയിട്ടുണ്ടാവും അല്ലെ, അതൊക്കെ അദ്ദേഹത്തിന്റെ കർമ്മാണ്. ആ കർമ്മത്തിനനുസരിച്ച് അദ്ദേഹം വേണ്ടതുപോലെ ചെയ്യും, അല്ലാതെ അതൊന്നും അദ്ദേഹത്തിനെ ബാധിക്കാൻ പോകുന്നില്ല. അതാണ് ഭഗവാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് 4-ാമത്തെ അധ്യായത്തിൽ, കർമ്മണ്യേവാധികാരസ്തെ. കർമ്മത്തിൽ നിനക്കാണ് അധികാരം. അത് ആ അധികാരം ഉപയോഗിച്ചിട്ട് കർമ്മം നന്നായിട്ട് ചെയ്യാം. അതല്ലാതെ ഫലം ഇന്നത് കിട്ടണം എന്ന് പറഞ്ഞാൽ ഫലം ബന്ധിപ്പിക്കാനായിട്ട് വരും. അതുകൊണ്ട് ഈ ജഡ്ജിയുടെ വിധികള് ജഡ്ജിയെ ബാധിക്കാത്തതുപോലെ നമ്മളും കർമ്മം നന്നായിട്ട്, നമ്മളെ കൊണ്ട് ഏറ്റവും നന്നായിട്ട് എന്ത് കർമ്മമാണ്. ഇപ്പൊ വിദ്യാർത്ഥിയാണെങ്കിൽ അവന്റെ കർമ്മം പഠിക്കുക, നന്നായിട്ട് ക്ലാസ്സിൽ ശ്രദ്ധിക്കുക, പഠിക്കുക, നല്ല മാർക്ക് വാങ്ങുക. ഒരു ടീച്ചറാണെങ്കിൽ അതുപോലെ തന്നെ ഒരു കുട്ടി നന്നാവണം എന്നുള്ള ആഗ്രഹത്തോട് കൂടിയിട്ട് അവനവൻ അറിയുന്നത് നന്നായിട്ട് പറഞ്ഞു കൊടുക്കുക. ഒരു വീട്ടമ്മയാണെങ്കിൽ വീട് നന്നായിട്ട് വൃത്തിയാക്കി വെക്കുക, അവനവന്റെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് സംരക്ഷിക്കുക, വീടിനെ എല്ലാവരുടെയും ആശ്രയിച്ച് നിൽക്കുന്നവരെയൊക്കെ നല്ലതുപോലെ നോക്കുക അല്ലെ. അത് ഒരു ഡോക്ടറാണെങ്കിൽ അത് പണത്തിന് വേണ്ടിയല്ലാതെ അതൊരു ഭാഗ്യമായിട്ട് കണക്കാക്കിയിട്ട് സമൂഹത്തിന് സേവ ചെയ്യണം. അങ്ങനെ എന്താണോ കർമ്മങ്ങള് അത് നന്നായിട്ട് ചെയ്യുക. അപ്പൊ അതിന്റെ ഫലത്തിൽ ആഗ്രഹിക്കാതിരിക്കുക. ഭഗവാനാണെങ്കിൽ ഉദാസീനനെ പോലെ സ്ഥിതി ചെയ്യുകയാണ് കർമ്മങ്ങളിൽ ഉദാസീനൻ എന്ന പോലെ പ്രവർത്തിക്കുന്ന എന്നെ പ്രകൃതിയുടെ കർമ്മങ്ങൾ ബന്ധിക്കുന്നില്ല. അതുപോലെ തന്നെ നമ്മളും കർമ്മത്തിന്റെ ഫലത്തിന് ആഗ്രഹിക്കാതിരുന്നാൽ ആ കർമ്മങ്ങൾ നമ്മളെ ബന്ധിക്കില്ല. അതിപ്പോ നേരത്തെ പറഞ്ഞ കഥയിൽ ആളെ പോലെ വീണ്ടും വീണ്ടും ആശയായിട്ടും അടുത്തൊരു ജന്മമായിട്ടും വരാനായിട്ട് അത് കാരണവും ആവില്ല. പിന്നെ 10-ാമത്തെ ശ്ലോകം കൂടിയും ഇന്ന് ചെയ്യാം. മയാധ്യക്ഷേണ പ്രകൃതി സൂയതേ സചരാചരം ഹേതുനാനേന കൗന്ദേയ ജഗത് വിപരിവർത്തതേ. ഹേ കൗന്ദേയ, പ്രകൃതി ശക്തി ചരങ്ങളും അചരങ്ങളുമായ എല്ലാത്തിനെയും സൃഷ്ടിക്കുന്നത് എന്റെ അധ്യക്ഷതയിലാണ്. എന്റെ സാന്നിധ്യവും പ്രകൃതിയുടെ പ്രവർത്തനവും ഈ സംസാര ചക്രം തിരിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പോ പ്രകൃതിയാണ് എല്ലാ സൃഷ്ടിക്കും അമ്മ അല്ലെ, കാരണം. ഇങ്ങനെ പ്രകൃതിക്ക് തന്നെ സാധിക്കില്ല, ഭഗവാന്റെ അനുഗ്രഹം വേണം. ഭഗവാന്റെ ഒരു കടാക്ഷത്തോടു കൂടിയാണ് പ്രകൃതി ചെയ്യുന്നത് കാര്യങ്ങൾ. സൃഷ്ടിയും സംഹാരവുമായി ശ്രീകൃഷ്ണന്റെ ബന്ധത്തിനെ കുറിച്ചിട്ടുള്ള ചർച്ചയാണ് പറയുന്നത്. കൃഷ്ണന്റെ സൃഷ്ടി എങ്ങനെ, പരമേശ്വരനായ കൃഷ്ണൻ അകന്നിരിക്കുകയാണെങ്കിൽ ഭൗതിക ലോകം എന്താ ഉണ്ടാവുക? ഭൗതിക ലോകം ഉണ്ടാവില്ല. സൃഷ്ടി ചെയ്യാൻ പ്രകൃതിക്ക് സാധിക്കുകയുമില്ല. എല്ലാ ജീവജാലങ്ങളും സൃഷ്ടിയുടെ തുടക്കത്തിൽ പ്രപഞ്ചത്തോടൊപ്പം ഉടനടി സൃഷ്ടിക്കപ്പെടും. അത് ഭഗവാൻ തന്നെ നിലനിർത്തും. അതിനുശേഷം അവരുടെ ആഗ്രഹങ്ങളുടെയും മുൻകാല കർമ്മങ്ങളുടെയും അടിസ്ഥാനത്തിൽ അവര് അടുത്ത ജന്മത്തിൽ നിന്ന് ഒന്നിന്നും മറ്റൊന്നിലേക്ക് അങ്ങനെ 84 ലക്ഷം തരം ജീവജാലങ്ങളുണ്ടല്ലോ. മനുഷ്യന്മാര് എന്ന് പറഞ്ഞാൽ 4 ലക്ഷം തരേ ഉള്ളൂ. സ്വഭാവങ്ങൾ കൊണ്ടും കർമ്മങ്ങൾ കൊണ്ടും ഒക്കെ വ്യത്യസ്തമായിട്ടുള്ളത് 4 ലക്ഷം. മറ്റത് 80 ലക്ഷമുണ്ട്. അപ്പൊ അടുത്ത ജന്മം വീണ്ടും ഒരു മനുഷ്യനായിട്ട് കിട്ടണമെന്ന് യാതൊരു ഗ്യാരണ്ടിയും ഇല്ല. അപ്പൊ ഭഗവാനെ നന്നായിട്ട് വിചാരിക്കാം. എല്ലാം തീർച്ചയായും ഭഗവാന്റെ പരമമായ ഇച്ഛയ്ക്ക് കീഴിലാണ്. അവൻ എല്ലാത്തിൻ്റെയും സൃഷ്ടി സ്ഥിതി സംഹാരത്തിന്റെ അധികാരിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് പ്രധാനമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എന്താണെന്ന് വെച്ചാല് പുരി ഒറീസ ട്രിപ്പിന്റെ കാര്യം പറഞ്ഞു. ഒക്ടോബർ 10-ാം തീയതി ഒറീസയിൽ എത്താൻ സാധിക്കുന്നവര് അങ്ങനെ എത്തണം. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടും
അവിടം വരെയും ഉള്ള എല്ലാ കാര്യങ്ങളും ഇസ്കോൺ ടെമ്പിൾക്കാർ ചെയ്യും. പിന്നെ സർവേ ഫോം ഉണ്ടായിരുന്നു, ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, എത്ര മാല ജപിക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അത് ഫില്ലപ്പ് ചെയ്യാത്ത ആൾക്കാർ അത് ഇടണം. പിന്നെ ആരും ഗ്രൂപ്പിൽ നിന്ന് പോകേണ്ട ആവശ്യമില്ല. തുടർച്ചയായിട്ട് പിന്നെയും 9 തുടങ്ങിയാന്ന് ഞാൻ പറഞ്ഞല്ലോ. പിന്നെ സെപ്റ്റംബർ 12 ലെവൽ 1 ക്ലാസ് ആദ്യം തുടങ്ങുന്നുണ്ട് എന്നുള്ളത് നിങ്ങളുടെ അറിയണ ആൾക്കാരോടൊക്കെ പറയണം. മാക്സിമം ആൾക്കാരിലേക്ക് ഇത് എത്തിക്കുക എന്നുള്ളത് ഭഗവാൻ ചെയ്യുന്ന ഒരു വലിയ സേവയാണ്. പിന്നെ ഇതേപോലെ ക്യുസ് ചെയ്യേണ്ട കാര്യം പറഞ്ഞു. എഴുതലാണ്. അത് മലയാളത്തിൽ എഴുതാൻ പറ്റാത്തവർ ഇംഗ്ലീഷിൽ ചെയ്താൽ മതി. പിന്നെ എന്താണ്, ഭക്തിവൃക്ഷ എന്ന് പറയുന്ന ഒരു ക്ലാസ് ഉണ്ടാവും. അതില് അമിനി മാതാജി ചേർത്തിട്ടുണ്ടാവും. എന്തിനാണ് അതിൽ ചേരണത് എന്ന് ചോദിച്ചാല് അത് കൂടുതൽ ഈ ശ്ലോകങ്ങളുമായിട്ട് പരിചയപ്പെടാനും പിന്നെ പ്രധാനപ്പെട്ട ശ്ലോകങ്ങൾ പഠിക്കാനും അനുഭവങ്ങൾ പങ്കുവയ്ക്കാനും അതിനൊക്കെ അത് നല്ലതാണ്. പിന്നെ യഥാരൂപം കയ്യിലില്ലാത്തവര് തീർച്ചയായിട്ടും അത് വാങ്ങിയാലേ 2ാം ലെവലിന്റെ ക്വിസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഇതൊക്കെ പ്രധാനമായിട്ടും ഇന്ന് പറയാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് നിർത്തിയാലോ? ഹരേ കൃഷ്ണ മാതാജി. എന്തിന്റെ സർവേ ഞാൻ ഇട്ട് തരാൻ പറയാം. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ മാതാജി, ഞാൻ ധന്യായിരുന്നു. നമ്മളാ ഇപ്പം 1-ാം തീയതി ഈ ഓഗസ്റ്റ് ലാസ്റ്റ് വീക്ക് എന്നിട്ട് സെപ്റ്റംബർ 12 വരെ കണ്ടിന്യൂസ് ആയിട്ട് രാത്രി 7 മണിക്കോ 6 മണിക്കോ കണ്ട് പുതിയത് തുടങ്ങിയല്ലോ. അപ്പൊ അതിൽ അവര് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, പിന്നെ മാലേ കൂടുതൽ റൗണ്ട് ചെല്ലണവരെ ഇരിക്കാൻ പാടുള്ളൂ. ഞാൻ 1 മാലയെ 2 മാലയാണ് മാക്സിമം ചെല്ലുള്ളൂ. പിന്നെ ഞാൻ മാതാജിയുടെ കൂടെ നമ്മുടെ ഈ കോഴ്സിൽ ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് ലാസ്റ്റ് 3 or 4 months ഒക്കെ ആയിട്ടുള്ളൂ. 18 ദിവസത്തെ കംപ്ലീറ്റ് കഴിഞ്ഞു. ലെവൽ 2 ഞാൻ ഇപ്പൊ ഇരിക്കുന്നുണ്ട്. അതെല്ലാം ശരിയാണ്, ഓക്കെയാണ്. പക്ഷെ ഇങ്ങനെ അവര് പറഞ്ഞത് കാരണം എനിക്ക് ഈ ഇതില് ഇരിക്കാൻ പാടുന്നുണ്ടോ? അതെന്തായിരുന്നു ക്ലാസ്? ലെവൽ 3 ആണോ? അല്ലല്ല, എന്തോ 12 ദിവസം മാത്രം ചെയ്യണ ഇതാണ്. എന്നിട്ട് 11ഉം 12ഉം ഒരു ക്വിസ് ഉണ്ട്, അത് അറ്റൻഡ് ചെയ്യും വേണം എന്ന് പറഞ്ഞു. ആക്ച്വലി നാമനിഷ്ഠദാസ് പ്രഭുജി എടുക്കണ ഇംഗ്ലീഷ് ക്ലാസ് ആണോ? അപ്പൊ പിന്നെ അവരുടെ നിയമങ്ങൾ അനുസരിച്ച് തന്നെ മതി മാതാജി. അപ്പൊ ഞാൻ എക്സിറ്റ് അടിച്ച് പോകുന്നുണ്ട് ആ ഗ്രൂപ്പിൽ. ആയിക്കോട്ടെ. നമ്മൾ അതിനുള്ള യോഗ്യത നേടിയിട്ടില്ലല്ലോ. അതാവുമ്പോ പിന്നെയും വരുമല്ലോ. അപ്പൊ ചേരാം. ഹരേ മാതാജി ഹരേ ഹരേ കൃഷ്ണ. ഉണ്ണികൃഷ്ണനാണ്. ഹരേ കൃഷ്ണ. പറയാനുണ്ടോ എന്തെങ്കിലും? മാതാജി എന്താണ്? ഞാൻ 18 ദിവസത്തെ ക്ലാസ് കഴിഞ്ഞിട്ട് പിന്നെ 2ാമത്തെ ലെവലിൽ ചേരാൻ, അത് ഇന്ന് തൊട്ടല്ലേ തുടങ്ങുന്നത്? ഇന്ന് തൊട്ടെന്ന് പറഞ്ഞാല് നമ്മളിങ്ങനെ തുടർന്ന് വരികയാണ്. അപ്പൊ ഇന്ന് 9ാമത്തെ അധ്യായമായി. 1ഉം 2ഉം ഒക്കെ കഴിഞ്ഞിരുന്നോ? 1ഉം 2ഉം ഒരു സെറ്റ് കഴിഞ്ഞിട്ടുണ്ട്. സാരില്ല, അതൊക്കെ ഞാൻ ഒന്ന് ഓടിച്ച് പറഞ്ഞില്ലേ. ഇപ്പൊ 9ാമത്തെ അധ്യായം. ഇന്ന് ശനി ഞായർ മാത്രമേ ഉള്ളൂ. ശനിയാഴ്ച അറ്റൻഡ് ചെയ്തു മാതാജി. ശനി ഞായർ മാത്രമേ ഉള്ളൂ മാതാജി. അപ്പൊ ഇന്ന് 9ാമത്തെ അധ്യായത്തിന്റെ ആദ്യത്തെ ക്ലാസ് ആണ്. നാളെ 9ാമത്തെ അധ്യായത്തിന്റെ 2ാമത്തെ ക്ലാസ് ആണ്. അപ്പൊ ആ ദിവസങ്ങളിലൊക്കെ ക്വിസ് ഒക്കെ ഉണ്ടായിരുന്നോ? അതൊന്നും സാരില്ല. ഇപ്പൊ ഇന്ന് മാതാജി കേട്ടില്ലേ 10 ശ്ലോകം? അത് കഴിഞ്ഞിട്ട് നാളെ ബാക്കിയുള്ളത് 8ാം അധ്യായം എടുത്തൂല്ലോ മാതാജി. ഇനി 10ാമത്തെ അധ്യായം എടുക്കും. അങ്ങനെ 18ാമത്തെ അധ്യായം കഴിഞ്ഞാൽ വീണ്ടും 1ാമത്തെ അധ്യായം 2ാമത്തെ അധ്യായം അങ്ങനെ വരും. അപ്പൊ ഒരു ബ്രേക്ക് ഇല്ലാണ്ട് അത് തുടരും. അത് എല്ലാ ദിവസവും ശനി ഞായർ മാത്രമാണ് ഉള്ളത് മാതാജി? ശനി ഞായർ മാത്രമേ ഉള്ളൂ. എത്രാം തീയതി? ഏതാ സമയം? ഇതേ സമയം, രാത്രി 8 മുതൽ 9 മണി വരെ. അപ്പൊ കഴിഞ്ഞ ആഴ്ചയിലാണ് 8ാം അധ്യായം വരെ എടുത്തത് അല്ലേ? ശനി ഞായർ. കഴിഞ്ഞ ശനിയാഴ്ചയും ഞായറാഴ്ചയായിട്ടാണ് 8ാമത്തെ അധ്യായം എടുത്തത്. അതിന് മുമ്പത്തെ ശനി ഞായറാഴ്ച 7ാമത്തെ അധ്യായം എടുത്തു. അങ്ങനെ അത് എടുക്കില്ല മാതാജി. കാരണം 18 ദിവസം കഴിഞ്ഞപ്പോ 31ാം തീയതി കഴിഞ്ഞു. 31ാം തീയതി കഴിഞ്ഞാൽ 18ാം അധ്യായം കഴിഞ്ഞത് ഞങ്ങളുടെ. ആയിക്കോട്ടെ, അതിനാണ് പറഞ്ഞത് ബ്രേക്ക് ഇല്ലാണ്ട് നിങ്ങൾ ഇതിൽ ചേരാൻ. 9ാമത്തെ അധ്യായം കഴിഞ്ഞാൽ 10, 11, 12 അങ്ങനെ വരുമല്ലോ. അത് കഴിഞ്ഞ് 18ാമത്തെ അധ്യായം കഴിയുമ്പോ വീണ്ടും 1ാമത്തെ അധ്യായത്തിൽ ചേരാം. പിന്നെ അങ്ങനെ 1, 2 തുടങ്ങി 8 ആവുമ്പോ നിങ്ങൾക്ക് എക്സിറ്റ് ആവാം. അപ്പൊ നിങ്ങൾ 18 അധ്യായം പഠിച്ചു കഴിയൂലോ.
അങ്ങനെ ചെയ്താൽ മതി എന്നല്ലേ? അങ്ങനെയാണ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിന് വല്ലതുണ്ട് പ്രൊജക്ട് വർക്കോ മറ്റേ വർക്കൊക്കെ ഉണ്ടോ ഇതിന്? ഒന്നുമില്ല, വെറും ക്യൂസ് മാത്രമേ ഉള്ളൂ. ക്വിസ് എങ്ങനെയാ മാർക്ക് ചെയ്യല് മാത്ര? അല്ല, ക്യൂസ് ഓപ്ഷൻസ് അല്ല, എഴുതലാണ്. എങ്ങനെ എഴുതുക? എനിക്കിതിന് കമ്പ്യൂട്ടറിനെ പറ്റി കൂടുതൽ വിവരമൊന്നുമില്ലേ. എങ്ങനെ എഴുതാന്ന് വെച്ചാൽ ആ ലിങ്കിൽ കയറിയിട്ട് അതെടുത്ത് അപ്പൊ ആരെങ്കിലും ഒരു കുട്ടിയോടോ എന്തെങ്കിലും ഒന്ന് ചോദിച്ചോളൂ. അപ്പൊ അതില് സൂചന തരും. അപ്പൊ ആ സൂചന മോൾക്കൊന്ന് പറഞ്ഞു കൊടുത്താൽ മോൾക്ക് ചെയ്തു തരും എനിക്ക് എങ്ങനെ ചെയ്യണത്. അത് അതിലുണ്ട് കേട്ടോ. ആ ലിങ്ക് തന്നെ ടച്ച് ചെയ്താൽ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അതില് വരും. ഏത് പ്രഭുപാദരുടെ പുസ്തകം ഇല്ലേ കയ്യില്? പ്രഭുപാദർ പുസ്തകം ഉണ്ട്. അത്രേ വേണ്ടു. ആ പുസ്തകത്തിൽ നിന്നാണ് ചോദ്യങ്ങൾ മുഴുവനും വരിക. അത് ഇന്ന അതിന്റെ വ്യാഖ്യാനത്തിലാണ് ഉള്ളത് എന്ന് കൂടെ അതിൽ വരും. വളരെ കുറച്ചേ ഉള്ളൂ, 5ഓ 10ഓ ചോദ്യങ്ങൾ ഏറിയ ഉണ്ടാവുള്ളൂ. അത് നമ്മളെങ്ങനെ എഴുതുക? അതാണ് എഴുതാൻ അത് വരലുകൊണ്ട് ഇങ്ങനെ മലയാളം ടൈപ്പ് ചെയ്യാൻ പറ്റും. അതെല്ലാം വെച്ചാൽ ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്താൽ മതി. മോൾക്ക് പറഞ്ഞു കൊടുത്ത് ആ കുട്ടി ചെയ്തോളൂ. അഥവാ അതും ചെയ്തില്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് കിട്ടില്ല എന്നേ ഉള്ളൂ. ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതുകൊണ്ട് ഒരു പ്രശ്നമില്ല. ക്ലാസ് അറ്റൻഡ് ചെയ്യാല്ലേ? പിന്നെന്താ, പറ്റുകയാണെങ്കിൽ ക്വിസ് ചെയ്ത സർട്ടിഫിക്കറ്റ് കിട്ടും. ഇന്നിപ്പോ പകുതിയല്ലേ ആയിട്ടുള്ളൂ. നാളെയും കൂടെ കഴിഞ്ഞിട്ട് ക്വിസ് ഇടും, ക്വിസിന്റെ ലിങ്ക് ഇടും. അപ്പൊ നാളെ ഞാൻ എഴുതി നോക്കട്ടെ, കിട്ടല്ലെങ്കിൽ ചെയ്യാം. ആയിക്കോട്ടെ, ശരി മാതാജി. ശരി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നാളെ 8 മണി കേട്ടോ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. കുറെ ദിവസമായി ഞാനും വിചാരിച്ചു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നിർത്തട്ടെ ശ്രീജ?